ഉള്ളത്തിൽ കഥാവെ പരിവർത്തിക്കുന്നതിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അങ്ങ് രാജാതി രാജാവായിട്ട് കർത്താവായിട്ട് മഹോന്നതനായിട്ട് ഞങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ ആരാധിപ്പാൻ തന്ന അവസരത്തിനായി ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഇന്ന് വചനം സംസാരിക്കാൻ പോകുന്ന സൂസൻ ആൻറ്റിയയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ദാസികളെ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കഥാവേ. ഇന്ന് കഥാവെ ദൈവ കടന്നു വന്നിരുന്ന കുഞ്ഞുങ്ങളുടെ ഹൃദയത്തോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടനായ സ്തോത്രം. മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ കേൾക്കണമേ. ആമേൻ. ദൈവത്തിന് മഹത്വം. നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ ഓരോ കഷ്ണം പേപ്പർ ലഭ്യമായി കാണും. അല്പം കഴിഞ്ഞ മുൻപിലത്തെ സെക്ഷനിൽ നിങ്ങളോട് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് സാറിനോട് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനും അതിൻ്റെ ആൻസർ അറിയണമെന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ എഴുതി ഈ മുന്നിൽ വെച്ചിരിക്കുന്ന ഈ ബക്കറ്റിലേക്ക് കൊണ്ടിടാനുള്ള അവസരമുണ്ട്. അതിപ്പോഴല്ല, ഈ മെസ്സേജ് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള മെസ്സേജിനുള്ള സമയമായി വളരെ ഏകാഗ്രതയോടെ, വളരെ ശ്രദ്ധയോടെ നിങ്ങൾ ദൈവപാദപീഠത്തിലായിരിക്കാം. ഈ സെക്ഷനിൽ ഞങ്ങളോട് ദൈവവചനം സംസാരിക്കുന്നത് ഡോക്ടർ സൂസൻ ചെറിയാൻ അവരുകളാണ്. കർത്തദാസിയെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലെങ്കിലും കർത്തദാസിയെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും രണ്ട് കാര്യം പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ദീർഘവർഷങ്ങളായി നമ്മുടെ ഡിസ്ട്രിക്ട് WMCയുടെ കോർഡിനേറ്ററായി സേവനം അനുഷ്ഠിക്കുന്ന കർത്തദാസിയുടെ സേവനങ്ങൾ ഞങ്ങളുടെ പ്രസ്ഥാനത്തിൽ, പ്രത്യേകിച്ച് ഞങ്ങളുടെ WMCയുടെ പ്രവർത്തനങ്ങൾക്ക് വളരെ അനുഗ്രഹമായി തീർന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ എല്ലാ മീറ്റിങ്ങുകളിലും കർത്തദാസി വന്ന ദൈവവചനം നമ്മോട് സംസാരിക്കുന്നതാണ്. ഈ നമ്മുടെ ടീനേജ് ക്യാമ്പിലും കർത്തദാസി നമ്മോടൊപ്പം ശുശ്രൂഷിക്കുന്നതിൽ ഞങ്ങൾക്ക് WMC ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കർത്തദാസി അതുപോലെ കുടുംബമായിട്ട് നമ്മോടൊപ്പം വന്നിട്ടുണ്ട്. പ്രിയ ഡോക്ടർ ഐസക് ചെറിയാൻ അവരുകൾ, കർത്തദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്തദാസൻ്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ സന്തോഷിക്കുന്നുണ്ട്. അവർ വിദേശത്ത് നിന്ന് ഇപ്പോൾ നമ്മുടെ മിഷണറിയായിട്ട് ഇന്ത്യയിൽ താമസിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പ്രിയ കുടുംബത്തെ ഞാൻ ഈ WMCയുടെ പേരിൽ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായിട്ട് കർത്തദാസിയെ നമുക്ക് രണ്ട് കരങ്ങളെയും തട്ടി സ്വാഗതം ചെയ്യാം. ദൈവത്തിന് മഹത്വം. ദൈവത്തിൻ്റെ പൊന്നുതിരുനാമം ഇന്നത്തെ പകൽക്കാലം മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാവരും ജീവനോടുണ്ടോ? ഉറങ്ങിയോ? ആരേലും ഉറങ്ങിയവരെല്ലാം കൈപൊക്ക്. ആരുമില്ല. നിങ്ങളുടെ കൂടെ ആയിരിക്കുന്നത് എനിക്ക് വളരെ സന്തോഷം. പ്രത്യേകിച്ച് പെൺകുഞ്ഞുങ്ങളെന്ന് കാണുമ്പോൾ ഞാൻ മോളിലോ എവിടെയെങ്കിലും പോകും തന്നെ കൊച്ചു കുഞ്ഞുങ്ങളെ, പെൺകുട്ടികളെ കാണുമ്പോൾ ഞാൻ ഒന്ന് നോക്കി നിൽക്കും. അപ്പോൾ എൻ്റെ ഭർത്താവ് പറയും വരാൻ സമയമില്ലാത്തത് കൊണ്ട് എനിക്ക് പെൺകുഞ്ഞുങ്ങളെ വളരെ ഇഷ്ടമാണ്. കാര്യം ഒരു രാജ്യത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്നത് സ്ത്രീകളാണ്. ഒരു കുടുംബം നന്നായാൽ ചുറ്റുപാട് നന്നാകും, ചുറ്റുപാട് നന്നായാൽ ദേശം നന്നാകും, ദേശം നന്നായാൽ രാജ്യം നന്നാകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്ത്രീകൾ വളരെ, യേശു ക്രിസ്തു ഭൂമിയിലായിരുന്ന സമയത്ത് സ്ത്രീകൾ അദ്ദേഹത്തിൻ്റെ കൂടെ നടന്ന് സഞ്ചരിച്ച് മിനിസ്ട്രിയിൽ പങ്കെടുത്തവരാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുഞ്ഞുങ്ങളോടുകൂടെ, പെൺകുഞ്ഞുങ്ങളോടുകൂടെ ആയിരിക്കുന്നത് എനിക്ക് വളരെ സന്തോഷം. എനിക്കിങ്ങനെ ഒരു അവസരം നൽകി താൻ എന്നെ വിളിച്ച് വളരെ താമസിച്ചാണ് വിളിച്ചതുകൊണ്ട് അതുകൊണ്ട് എനിക്കൊരു പവർ പോയിൻറ്റ് പ്രസൻറ്റേഷനൊന്നും പ്രിപ്പയർ ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. സോറി. സിസ്റ്റർ മറിയാമ്മ സാമുവേൽ, ഫാസ്റ്റർ TJ സാമുവേൽ അവരോടൊക്കെ കൂടെ ചേർന്ന് സഹകരിച്ച് പ്രവർത്തിക്കുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. ഇങ്ങനെയൊരു അവസരം തന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ നമ്മളുടെ വിഷയം ആരാധനയാണ് എന്നെനിക്കറിയാം. എന്നാലും ഞാനൊരു മെഡിക്കൽ ഫീൽഡിലുള്ള വ്യക്തിയായപ്പം ആരോഗ്യവും ആരാധനയും രണ്ടും കൂടെ ഒന്നിച്ച് എങ്ങനെ നമ്മൾക്ക് ചേർത്ത് ഇണക്കി മുൻപോട്ട് പോകാം എന്ന് നമുക്ക് അല്പസമയം ചിന്തിക്കാം. നിങ്ങൾ ശ്രദ്ധയോടുകൂടെ ഇരിക്കണം. എല്ലാവരും പുസ്തകം പേനയും കൊടുത്തിട്ടുണ്ടല്ലോ. പ്രത്യേകമായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ അത്യാവശ്യമുള്ള നോട്ട് എല്ലാവരും എഴുതണം. എന്നാൽ എപ്പോഴും കുനിഞ്ഞിരിക്കരുത്. എന്നെ നോക്കി ശ്രദ്ധിച്ച് കേൾക്കണം. പോയിൻറ്റ്സ് എഴുതി വെച്ചാൽ മതി. ലൈവ് ടെലികാസ്റ്റ് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ആവശ്യമുള്ളപ്പോൾ അത് കേട്ട് നിങ്ങൾക്ക് എഴുതിയെടുക്കാം. അല്ലെങ്കിൽ എന്നെ ശ്രദ്ധിക്കുക. എപ്പോഴും കുനിഞ്ഞിരിക്കരുത്. ഓക്കെ, എല്ലാവരും സമ്മതിച്ചോ?
ആരും ഉറങ്ങത്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഞാനൊരു പാട്ട് പഠിപ്പിക്കാം. ഞാനല്ല, എൻ്റെ കൂടെ ഉള്ള ആൾ. ഓക്കെ, ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ആരോഗ്യമെന്ന് പറയുന്നതിന് നമുക്കൊന്ന് നിർവചനം വേണമല്ലോ. ലോകാരോഗ്യ സംഘടനയുടെ നിർവചനം അനുസരിച്ച് ആരോഗ്യമെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് ശാരീരികമായിട്ട് അസുഖമൊന്നും ഉണ്ടാകരുത്, മാനസികമായിട്ട് കുഴപ്പമൊന്നും ഉണ്ടാകരുത്, സാമൂഹികമായിട്ടും കുഴപ്പമൊന്നും ഉണ്ടാകരുത്. ഇങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഒരു ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യമുള്ള വ്യക്തി. എന്നാൽ യേശു ക്രിസ്തുവിനെ അറിഞ്ഞ നിമിഷം മുതൽ എൻ്റെ നിർവചനം ഞാനൊന്ന് മാറ്റി എഴുതി. യേശു ക്രിസ്തു നമ്മളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പ്രശ്നപരിഹാരകനായിട്ട് കൂടെ ഉള്ളപ്പോൾ നമ്മൾ സ്പിരിച്വലി ഓൾസോ ഹെൽത്തി ആയിരിക്കണം. ആരോഗ്യമുള്ളവരായിരുന്നാൽ മാത്രമേ നമുക്ക് വേർഷിപ്പ് ചെയ്യാൻ, ആരാധിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എന്തൊക്കെ വേണം? ശാരീരികമായ ആരോഗ്യം, മാനസികമായി, സാമൂഹികമായി, സ്പിരിച്വലായിട്ട്, ആത്മീയമായിട്ട് ഇങ്ങനെയുള്ള 4 കാര്യങ്ങൾ ഒത്തുചേർന്ന് ഇണങ്ങി വന്നെങ്കിൽ മാത്രമേ നമുക്ക് ആരോഗ്യമുണ്ട് എന്ന് പറയുവാനൊക്കെയുള്ളൂ. ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ പറ്റുകയുള്ളൂ. നമുക്ക് പനി, തലവേദന, ചുമ, ന്യൂമോണിയ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് നമുക്ക് ആരാധിക്കാൻ ഒക്കുമോ? ഒക്കത്തില്ല. മാനസിക വിഭ്രാന്തിയുള്ള ഒരു പേഴ്സൺ, അല്ലെങ്കിൽ തലയ്ക്ക് സ്ഥിരമില്ലാത്ത ഒരു വ്യക്തി, അദ്ദേഹത്തിന് ദൈവത്തെ ആരാധിക്കാൻ ഒക്കുമോ? ഇല്ല. വീട്ടിൽ ചുറ്റുപാടും ഇറങ്ങി നടക്കുന്നിടത്തെല്ലാം വഴക്കും അടിയും ഉണ്ടാക്കി ബഹളം ഉണ്ടാക്കി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ആരാധിക്കാൻ ഒക്കുമോ? ഒക്കത്തില്ല. ദൈവത്തിൽ വിശ്വസിക്കാത്ത ഒരു വ്യക്തിക്ക് ആരാധിക്കാൻ ഒക്കുമോ? ഒക്കത്തില്ല. അതുകൊണ്ട് ഇത് 4 ഒത്തിണക്കി വേണം നമുക്ക് ജീവിക്കുവാൻ. എന്നെങ്കിൽ മാത്രമേ നമുക്ക് ആരാധിക്കാൻ സാധിക്കുകയുള്ളൂ. ഒന്നാമതായിട്ട് ആരോഗ്യത്തിന് അത്യാവശ്യമായിട്ട് വേണ്ടിയ ഫിസിക്കൽ, ശാരീരിക ആരോഗ്യം. ശാരീരിക ആരോഗ്യത്തിന് നമുക്ക് വേണ്ടത്, കഴിഞ്ഞ പ്രാവശ്യം ഈ ക്യാമ്പിന് വന്ന എത്ര പേര് ഇന്ന് തിരിച്ചു വന്നിട്ടുണ്ട്? കഴിഞ്ഞ പ്രാവശ്യം വന്നതിൽ എത്ര പേര് വന്നിട്ടുണ്ട്? വളരെ വിരളം പേരേ ഉള്ളൂ. ഒരുപാട് പ്രാവശ്യം ഒരു കാര്യം റിപ്പീറ്റ് ചെയ്യുന്നത് ആവർത്തന വിരസത ഉണ്ടായിരിക്കാണ് ഞാൻ ചോദിച്ചത്. നമ്മളുടെ ശാരീരികമായ ആരോഗ്യത്തിന് നമുക്ക് വായു, വെള്ളം, ആഹാരം, ഇത് 3 അത്യന്താപേക്ഷിതമാണ്. അതിൽ വായുവും വെള്ളവും അത് നമുക്ക് പ്രകൃതിയിൽ നമുക്ക് വില കൊടുക്കാതെ കിട്ടുന്ന അമൂല്യ വസ്തു. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ശ്വസിച്ച് തീർക്കുന്ന വായുവിന് ആർക്കെങ്കിലും വില കൊടുക്കാൻ ഒക്കുമോ? നമുക്കാർക്കും വില കൊടുക്കാനൊക്കത്തില്ല. അത് ദൈവം നമുക്ക് ദാനമായി തന്നിരിക്കാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വെള്ളം നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിന് നമുക്ക് ആർക്കെങ്കിലും വില കൊടുത്ത് വാങ്ങിക്കാൻ ഒക്കുമോ? എന്നെക്കൊണ്ട് സാധ്യമല്ല പൊന്നപ്പച്ച. ഇത്രയും കാലത്തെ ഉപയോഗിച്ച വെള്ളത്തിന് നന്ദി, സ്തോത്രം. ദൈവം അതും നമുക്ക് ഫ്രീ ആയിട്ട് തന്നിരിക്കുന്നു. അടുത്തത് ആഹാരം നമ്മൾ എപ്പോഴും സൂക്ഷിക്കേണ്ടത് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ആഹാരം കഴിക്കുന്നതിൽ നമ്മൾ കൂടുതലായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം. ആഹാരത്തിൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ്, അന്നജം, പ്രോട്ടീൻ അല്ലെങ്കിൽ മാംസ്യം, മൂന്നാമത് കൊഴുപ്പ് അല്ലെങ്കിൽ ഫാറ്റ്. ഈ 3 കാര്യങ്ങൾ നമ്മുടെ ആഹാരത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. കാർബോഹൈഡ്രേറ്റ് നമുക്കറിയാം. എത്രാം ക്ലാസ്സിലാണ് ഏറ്റവും ഇളയ കുഞ്ഞ് പഠിക്കുന്നത്? ഏത് ക്ലാസ്സിലാണ്? 6, 7, 8? 8ാം ക്ലാസ് ഉള്ളവരാണോ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ആഹാരത്തെക്കുറിച്ച്? കാർബോഹൈഡ്രേറ്റിനെ കുറിച്ച്, അന്നജം, മാംസ്യം, കൊഴുപ്പ് പഠിച്ചിട്ടുണ്ടോ? ഓക്കെ. അപ്പോൾ കൂടുതലായിട്ട് ഞാൻ അതിനെക്കുറിച്ച് പറയണ്ട. നമ്മളുടെ ആഹാരം കഴിക്കുമ്പോൾ നമുക്ക് അന്നജം അത്യാവശ്യമാണ്. കുറച്ച് ചോറ്, അല്ലെങ്കിൽ 2 ചപ്പാത്തി, അല്ലെങ്കിൽ 2 ഇഡ്ഡലി, എന്തെങ്കിലും ഏത് നമ്മൾ രാവിലെ വീട്ടിലുണ്ടാക്കുന്ന പുട്ട്, പഴം, ചപ്പാത്തി, അല്ലെങ്കിൽ ഇഡ്ഡലി, ദോശ, ഇടിയപ്പം, ഇതെല്ലാം കാർബോഹൈഡ്രേറ്റാണ്. കാർബോഹൈഡ്രേറ്റ് നമ്മൾ കഴിക്കുമ്പോൾ കുറച്ച് മാത്രമേ കഴിക്കാവൂ. നമ്മളുടെ നാട്ടിലെ രീതി അനുസരിച്ച്, നിങ്ങൾ കണ്ടുവരുന്ന രീതി അനുസരിച്ച് എല്ലാവരും കാർബോഹൈഡ്രേറ്റ്, അന്നജം ഒരുപാട് പാത്രത്തിലെടുക്കും, ഇല്ലേ? അങ്ങനെയാണ് നമ്മൾ പണ്ട് മുതലേ കണ്ടുവന്നിട്ടുള്ളത്. അതാണ് നമ്മളിപ്പോഴും ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് ആ സ്വഭാവം നിങ്ങളിവിടെ ക്യാമ്പിന് വന്നതുകൊണ്ട് തിരിച്ച് വീട്ടിൽ ചെന്ന അമ്മയോട് പറയണം, അമ്മച്ചി അല്ലെ മാമി, ഞങ്ങൾ ഇന്ന് ക്യാമ്പിന് പോയപ്പോൾ പഠിച്ചു, നമ്മൾ കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നത് വളരെ കുറച്ചേ കഴിക്കാവൂ എന്ന്
ഞങ്ങൾ പഠിപ്പിച്ച ടീച്ചേഴ്സ് പഠിപ്പിച്ചു എന്ന് പറയണം വീട്ടിൽ ചെന്ന്. നിങ്ങൾ പെൺകുഞ്ഞുങ്ങളായിരിക്കുമ്പം വീട്ടിലെ ആഹാര കാര്യത്തിന്, വീട്ടിലെ വൃത്തി, ക്ലെൻലിനെസ് ഇതെല്ലാം നമ്മളല്ലേ ചെയ്യേണ്ടത്. ആൺപിള്ളേരല്ലല്ലോ സാധാരണയായി ചെയ്യുന്നവരുണ്ട്. പക്ഷെങ്കിൽ ഒട്ടുമുക്കാലും 80-90% നമ്മളെ ഗേൾസാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചെന്ന് വീട്ടിൽ ചെന്ന് പറഞ്ഞു കൊടുക്കണം, മാതാപിതാക്കളോട് പറഞ്ഞു കൊടുക്കണം, മറ്റ് സിബ്ലിങ്സ് സഹോദരങ്ങളോട് പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് കാർബോഹൈഡ്രേറ്റ് കഴിക്കുമ്പം കുറച്ച് കഴിക്കുക. പ്രോട്ടീൻ അല്ലെങ്കിൽ മാംസ്യം, ഇറച്ചി, മീൻ, മുട്ട ഇങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കണം. പക്ഷെങ്കിൽ അമിതമായി കഴിക്കരുത്, അതും കുറച്ച്. മൂന്നാമതായിട്ട് വേണ്ടത് കൊഴുപ്പ്. കൊഴുപ്പ് ഏറ്റവും കുറച്ച്. മുട്ട, പാല്, വെണ്ണ ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ കുറച്ച് കഴിക്കണം. അപ്പോൾ ഒരു പ്ലേറ്റ് എടുത്താൽ ഒരു പ്ലേറ്റിൻ്റെ പകുതി ഭാഗത്ത് നമ്മൾ എന്തോ കഴിക്കണം എന്നറിയാമോ? വെജിറ്റബിൾസ്. ഒരു ദിവസം 2 പ്രാവശ്യമെങ്കിലും വെജിറ്റബിൾസ് കഴിച്ചിരിക്കണം. കണിശമായിട്ടും നമ്മളുടെ ആരോഗ്യത്തിന്, നമ്മളുടെ ബൗൽ മൂവ്മെൻറ്റ്, ശരീരത്തിൻ്റെ സ്കിന്നിന്, ത്വക്കിന്, ഇതിനെല്ലാം അത്യന്താപേക്ഷിതമാണ് വെജിറ്റബിൾസ്. വെജിറ്റബിൾസ് കഴിക്കുന്നതുകൊണ്ട് 2 പ്രയോജനമുണ്ട്. വെജിറ്റബിൾസിൻ്റെ എല്ലാ ഗുണങ്ങളും നമുക്ക് കിട്ടും. വെജിറ്റബിൾസിൽ ഒരുപാട് നാര് അടങ്ങിയിട്ടുണ്ട്. നാരെന്തുവാണെന്ന് നമുക്കറിയാവോ? ഫൈബർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഭക്ഷണത്തിൽ എപ്പോഴും നാര് ഉൾക്കൊള്ളുന്നത് വളരെ നല്ലതാണ്. നമുക്ക് അമിത വണ്ണം ഉണ്ടാകാതിരിക്കാൻ, ശരീരത്തിന് ആരോഗ്യം വരാൻ, അതിനേക്കാൾ ഉപരിയായിട്ട് എല്ലാ ദിവസവും ബാത്റൂമിൽ ബൗൽ മൂവ്മെൻ്റ് ഉണ്ടാകുവാനായിട്ട് ഫൈബർ വളരെ അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് നാരടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ കഴിക്കുവാനായി നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. അതുകൊണ്ട് എന്തൊക്കെയാണ് നമ്മുടെ ആഹാരത്തിൽ വേണ്ടിയത്? അന്നജം, മാംസ്യം, കൊഴുപ്പ്, വെജിറ്റബിൾസ്. ഒരു പ്ലേറ്റ് എടുത്ത് അതിനെ പകുതിയായിട്ട് 4ആയിട്ട് ഡിവൈഡ് ചെയ്താൽ മേളത്തെ എൻ്റെ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷനിൽ അതെല്ലാം നല്ലതായിട്ട് ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഞാൻ നോക്കട്ടെ, ഒരു പടമുണ്ട്, കാണിച്ചാൽ നിങ്ങൾക്ക് കാണാൻ ഒക്കുമെന്ന് എനിക്കറിയത്തില്ല. അല്പമായിട്ട് കാണാമെങ്കിൽ ഈ പടം ആർക്കെങ്കിലും കുറച്ചെങ്കിലും മുന്നേ ഇരിക്കുന്നവർക്ക് കാണാമോ? ഇതിൻ്റെ പകുതി ഭാഗം വെജിറ്റബിൾസ്, അതിൻ്റെ താഴ്വശത്തുള്ള 2 കളമായിട്ട് തിരിച്ചിരിക്കുന്നതിനകത്ത് അല്പം മാംസ്യം, ബാക്കിയുള്ളിടത്ത് ഒരല്പം കൊഴുപ്പ്. അങ്ങനെയാണ് ആഹാരം കഴിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ ശരീരത്തിൽ നമുക്ക് അമിത വണ്ണം ഉണ്ടാകത്തില്ല. ഇന്നത്തെ കാലത്ത് ഒരുവിധപ്പെട്ട ഭവനങ്ങളിലുള്ള കുഞ്ഞുങ്ങളെ നോക്കിയാൽ പലർക്കും അമിതവണ്ണം, പലർക്കും അതിനെ സംബന്ധിച്ച് അതിനെ ചുറ്റിപ്പറ്റി അനേക പ്രശ്നങ്ങളുമുണ്ട്. അമിതവണ്ണമുള്ളവർക്ക് നടുവേദന, മുട്ടിന് വേദന, നടക്കാൻ പ്രയാസം, അവർക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനൊന്നും പോകാനൊക്കത്തില്ല, വലിയ പ്രയാസമാണ്. എന്തുകൊണ്ടാണ്? നമ്മൾ കഴിക്കുന്നത് ശ്രദ്ധിക്കാത്തത് കൊണ്ട്, കഴിക്കുന്നത് അളവിൽ കൂടുതലായി കഴിക്കുന്നത് കൊണ്ട്. ഒരു വ്യക്തിയുടെ ഉയരത്തിനും വണ്ണത്തിനും അനുസരിച്ച് വേണം നമ്മൾ ഭക്ഷണം കഴിക്കാൻ. ഒരു വ്യക്തിയുടെ ഹൈറ്റ് എത്രയാണോ ആ ഹൈറ്റ് ഒരിക്കലും വളർന്നൊരു 20-21 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ വ്യത്യാസം വരത്തില്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എല്ലാം തന്നെ നമുക്ക് വണ്ണമായിട്ട് മനസ്സിലാകുന്നുണ്ടോ എല്ലാവർക്കും? അതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ആഹാരം എപ്പോഴും അളന്ന് കുറിച്ച് കഴിക്കുകയാണെങ്കിൽ അമിത വണ്ണം ഒഴിവാക്കുവാൻ സാധിക്കും. വണ്ണം വെച്ച് കഴിഞ്ഞ് അതൊന്ന് കളയാനായിട്ട് വലിയ പ്രയാസമാണ്. എന്നാൽ വണ്ണം വെക്കാതിരിക്കാൻ നമ്മൾ സൂക്ഷിച്ചാൽ വണ്ണം വെക്കാതിരിക്കും. അമിത വണ്ണം എല്ലാവിധ ഒരുപാട് രോഗങ്ങൾക്ക് കാരണമാണ്. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ നമ്മൾ ഇപ്പോൾ മുതൽ ശ്രദ്ധിച്ചാൽ അമിത വണ്ണം ഒഴിവാക്കാം. അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ പോയി, പെൺകുഞ്ഞുങ്ങളായതുകൊണ്ട് നിങ്ങൾക്കതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാകും. നിങ്ങൾക്കതിനെക്കുറിച്ച് കൂടുതൽ മമ്മിയെ സഹായിക്കുമ്പം മമ്മി ചോറ് കുറച്ച് വിളമ്പിയാൽ മതി, വെജിറ്റബിൾ കൂടുതൽ വേണം, നമുക്കിന്ന് രാവിലെയും വൈകിട്ടും വെജിറ്റബിൾ വേണം, ഉച്ചയ്ക്ക് നമുക്കൊരു വെജിറ്റബിൾ കണിശമായിട്ടും വേണം, ഒരു സാമ്പാർ അല്ലെങ്കിൽ ഒരു അവിയൽ വെച്ചാൽ അതിനകത്ത് ആവശ്യത്തിനുള്ള വെജിറ്റബിൾ എല്ലാം കൂടെ ചേർത്തിടുവാണ്. ഒരു വെജിറ്റബിൾ ഉണ്ടെന്ന് ഒരു കൂട്ടാനുണ്ടെന്നുണ്ടെങ്കിലും ആവശ്യത്തിനുള്ള വെജിറ്റബിളായി. അതുകൊണ്ട് കണിശമായിട്ടും നമ്മളുടെ ആഹാരത്തിൽ വെജിറ്റബിൾസ് ഇൻവോൾവ് ചെയ്യിക്കുക. വെജിറ്റബിൾസിൻ്റെ കൂടെ നാരടങ്ങിയ ഭക്ഷണങ്ങൾ. ഈ ആപ്പിള് അത് തൊലി കളയാതെ കൊണ്ട് മുഴുവനോടെ തൊലി ചേർത്ത് കഴിക്കുക. ഓറഞ്ച് പൊളിച്ച് പിന്നെ അതിൻ്റെ അല്ലി എടുത്ത് അതിൻ്റെ പുറത്തുള്ള സ്കിന്ന് കളഞ്ഞ് അത് അങ്ങനെ കഴിക്കുക. അതിൻ്റെ ഓറഞ്ച് പൊളിച്ച് അത് അങ്ങനെ കഴിക്കണം. അതിനകത്ത് ഒരുപാട് ഫൈബറുണ്ട്. വാഴയ്ക്കായ
അങ്ങനെയുള്ള സാധനങ്ങൾ, അതിൻ്റെ തൊലി ഒരുപാട് ചെത്തിക്കളയാതെ കൊണ്ട്, കുറച്ച് അധികം ചെത്തിക്കളയാതെ കൊണ്ട് അത് വേവിച്ച് കഴിക്കുകയാണെങ്കിൽ അതിലിഷ്ടം പോലെ ഫൈബറുണ്ട്. ചീര, ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ കഴിക്കുവാൻ നോക്കുക. നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമുക്ക് വാങ്ങിക്കാൻ, നമ്മളുടെ സൗകര്യത്തിനനുസരിച്ച് വാങ്ങിക്കാൻ കഴിയുന്നത് വാങ്ങിക്കാൻ മമ്മിയോടും ഡാഡിയോടും നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. നിങ്ങളതിന് ശ്രദ്ധിക്കണം. മനസ്സിലായോ? അപ്പോൾ ഈ ആഹാരം കഴിക്കുന്നത്, ആഹാരത്തിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള വെള്ളം, ഒരു വ്യക്തിയുടെ വെള്ളത്തിൻ്റെ അളവ്, നേരത്തെ അവർ പറയും ഒരുപാട് 8 ഗ്ലാസ് വെള്ളം കുടിക്കണം, 10 ഗ്ലാസ് വെള്ളം കുടിക്കണം. ചിലർ ഒരുപാട് പേർക്ക്, ഞാൻ ഒരുപാട് പേർക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് 4 ഗ്ലാസ്സോ അല്ലെങ്കിൽ 6 ഗ്ലാസ് വെള്ളം കുടിച്ചാൽ ഒരു ശരീരത്തിൽ നേരെ നിൽക്കാനൊക്കത്തില്ല. നമുക്ക് ദാഹിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ വേർപ്പനുസരിച്ച്, നമ്മൾ ചെയ്യുന്ന ജോലി അനുസരിച്ച്, നിങ്ങൾ വെയിലത്ത് ഒരു 1/2 മൈൽ നടന്ന് പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് തിരിച്ചു വന്നാൽ ഒരു ഗ്ലാസ് വെള്ളത്തിന് പകരം 2 ഗ്ലാസ് വെള്ളം കുടിക്കണം. പറയുന്നത് മനസ്സിലാവുന്നോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ആവശ്യമനുസരിച്ച്, നമ്മുടെ വേർക്കുന്നതനുസരിച്ച് വേണം നമ്മൾ വെള്ളം കുടിക്കാൻ. വെള്ളം കുടിച്ചാൽ നമ്മളുടെ യൂറിൻ പാസ് ചെയ്യുമ്പോൾ അതിന് ഒരു പെയിൽ യെല്ലോ, ഒരു സ്ട്രോ, കച്ചിയുടെ നിറത്തിലുള്ള ഒരു കളറായിരിക്കണം. അതിൽ മഞ്ഞ നിറമോ തീരെ നിറമില്ല, ഇത് രണ്ടും ശരിയല്ല. അപ്പോൾ അത്രയുമുള്ള പരുവത്തിന് വേണ്ടിയ വെള്ളം നമ്മൾ എല്ലാ ദിവസവും കുടിക്കണം. അപ്പോൾ എന്തൊക്കെ കഴിക്കണം? അന്നജം, മാംസ്യം, കൊഴുപ്പ്, ഫൈബർ, വെള്ളം, ഇത്രയുമാണ് നമ്മളുടെ ആഹാരത്തിൽ നമ്മൾ ഉൾക്കൊള്ളിക്കേണ്ടത്. ഇത് കഴിഞ്ഞ് നമ്മളുടെ ശാരീരികമായ ആരോഗ്യത്തിന് വേണ്ടി വേറെ എന്തെല്ലാം കാര്യങ്ങൾ അത്യാവശ്യമുണ്ട് നിങ്ങൾക്ക് പറയാവോ? ഹൈജീൻ വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ? നമ്മൾ എല്ലാ ദിവസവും കുളിക്കുക, എല്ലാ ദിവസവും നമ്മുടെ ശരീരം വൃത്തിയായി സൂക്ഷിക്കുക, എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക. ഒരു വ്യക്തിയുടെ ശരീരത്തിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വൃത്തിയായി സൂക്ഷിക്കുക. വായ് സൂക്ഷിക്കുന്നത്, വാ കഴുകുക, എല്ലാ ദിവസവും ബ്രഷ് ചെയ്യുക, നാക്ക് ക്ലീൻ ചെയ്യുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു വ്യക്തിയോട് സംസാരിക്കാനോ അടുത്തു പോകുവാൻ പോലും കഴിയത്തില്ല. അത് നമ്മൾ പ്രത്യേകമായി അതിനു വേണ്ടി ശ്രദ്ധിക്കണം. ഒരു വ്യക്തി ഒരു ദിവസം ചെയ്യേണ്ടുന്ന ആദ്യത്തെ കാര്യങ്ങളിലൊന്നാണ് പല്ല് തേക്കുക, മുഖം കഴുകുക, വാ കഴുകുക എന്നുള്ളത്. പിന്നെ നമ്മൾ കുളിക്കുന്നത്, ഒരു ദിവസത്തിൽ ചിലപ്പോൾ 1 പ്രാവശ്യം, ചിലർ 2 പ്രാവശ്യം കുളിച്ചെന്നിരിക്കുക. എന്നാൽ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് വന്ന്, വെളിയിൽ പോയിട്ട് വന്നിട്ട് ഉടനെ കൈയും മുഖവും കഴുകുക. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എന്താണെന്നറിയാമോ? കൈ കഴുകുന്നതും മുഖം കഴുകുന്നതും കൊണ്ട് അനേക വിധമായ ഒരുപാട് രോഗങ്ങൾ നമുക്ക് മാറ്റി നിർത്താനായിട്ട് കഴിയും. ഫോർ എക്സാമ്പിൾ, സ്കിൻ ഡിസീസസ്, ചൊറി, ചണങ്ങ്, ഈ മുഖം കഴുകുകയും കൈ കഴുകുകയും ചെയ്യാത്തവർക്ക് പലപ്പോഴും ത്രോട്ട് ഇൻഫെക്ഷന്, അങ്ങനെയുള്ള ഒരുപാട് ഇൻഫെക്ഷൻസ് മാറ്റി നിർത്തുവാനായിട്ട് കഴിയും. മുടി കഴുകുക, വൃത്തിയാക്കി സൂക്ഷിക്കുക, അന്നേരം പേന് ഒഴിവാക്കാം. അതുകൊണ്ട് എപ്പോഴും നമ്മളുടെ ബോഡി, ശരീരം ശുദ്ധി ഉള്ളതായിരുന്നാൽ മാത്രമേ നമുക്ക് ശരിയായ ആരോഗ്യം ഉണ്ടാകത്തുള്ളൂ. ക്ലെൻലിനെസ് ഈസ് നെക്സ്റ്റ് ടു ഗോഡ്ലിനെസ്. എന്താ? ക്ലെൻലിനെസ് ഈസ് നെക്സ്റ്റ് ടു ഗോഡ്ലിനെസ് എന്ന് പറഞ്ഞാൽ ശുചിത്വം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുവാൻ സാധിക്കുന്നു. ശുചിത്വമുള്ളവർക്ക് മാത്രമേ ദൈവത്തോട് അടുക്കുവാൻ സാധിക്കുകയുള്ളൂ. ഒരു ശുചിത്വമില്ലാത്ത വ്യക്തി, ഒരു ക്ലീനായിട്ടില്ലാത്ത വ്യക്തിക്ക് നമുക്ക് ആരാധിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശുചിത്വമുള്ളവരായിരിക്കണം. മനസ്സിലാവുന്ന എല്ലാവരും? ആർക്കും എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിക്കണം, കൈ പൊക്കണേ, പറഞ്ഞുതരാം. അതുകൊണ്ട് നമുക്ക് ശുചിത്വമുള്ളവരായിരിക്കണം. ഫിസിക്കലായിട്ട് നമ്മുടെ ശാരീരിക സൗഖ്യത്തിന് ഇതെല്ലാം അത്യന്താപേക്ഷിതമാണ്. ഈ ശുചിത്വം എന്ന് പറയുമ്പം നമ്മളുടെ ശരീരം മാത്രമല്ല, നമ്മൾ താമസിക്കുന്ന ചുറ്റുപാടും കൂടെയും വൃത്തിയായിരിക്കണം. പ്രത്യേകിച്ച് വീട്ടിലെ മുറ്റം തൂക്കുന്നതും മുറി തുടയ്ക്കുന്നതും ഒക്കെ ആരാ? ആൺപിള്ളേരാണോ? ആരാ? ഗേൾസ് അല്ലേ? അതുകൊണ്ട് നമ്മളായിരിക്കണം അതിന് മുൻകൈ എടുത്ത് നമ്മളുടെ വീടും ചുറ്റുപാടും എല്ലാം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് ബാത്റൂം. ഒരു വീട്ടിൽ ചെന്ന ഒരു ഭവനത്തിൻ്റെ യഥാർത്ഥ സ്ഥിതി അറിയണമെങ്കിൽ അതിൻ്റെ പഴഞ്ചൊല്ലങ്ങനെയാണ്, കിച്ചൺ, അടുക്കളയിലും ബാത്റൂമിലും ചെന്ന് നോക്കിയാൽ അറിയാം നമ്മൾ എങ്ങനെയുള്ള ഒരു വ്യക്തിയാണെന്ന്. നമ്മളുടെ അടുക്കള എപ്പോഴും സാധനങ്ങൾ എടുത്ത് കഴുകിയോ തുടച്ച് വൃത്തിയായിട്ട് വെക്കാതെ കൂട്ടിയിട്ട് ഇഷ്ടമുള്ളപ്പം കഴുകുക, ഇഷ്ടമുള്ളപ്പം ചെയ്യുക, അങ്ങനെയല്ല.
നമ്മൾ എന്ത് സാധനം എടുത്താലും എ പ്ലേസ് ഫോർ എവ്രിതിങ് ആൻഡ് എവ്രിതിങ് ഇൻ ഇറ്റ്സ് പ്ലേസ്. എന്താണ്? എ പ്ലേസ് ഫോർ എവ്രിതിങ് ആൻഡ് എവ്രിതിങ് ഇൻ ഇറ്റ്സ് പ്ലേസ്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരു തവി എടുത്തു, ആ തവി എടുത്ത് വേറെ എവിടെയെങ്കിലും മാറ്റി വെച്ചു. ചോറെടുക്കാൻ നേരം ഒരു തവി എടുക്കാൻ പോകുന്നതന്നെ, ഓ അതവിടെ കാണുന്നില്ല, പിന്നെ അതവിടെ എല്ലാം തപ്പണം നമ്മൾ. നിങ്ങൾ വളർന്നു വരുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യം മനസ്സിലാകത്തില്ല. അല്പം കൂടെ വളർന്നു വന്ന് ഒരു കുടുംബമായി കഴിയുന്നുണ്ടെങ്കിൽ ഒരു ജീവിതം തുടങ്ങുമ്പം നിങ്ങൾ അന്നേരം ഓർക്കണം, ഞാൻ എടുക്കുന്ന എന്ത് സാധനവും ആ സ്ഥാനത്ത് തിരികെ വെക്കണം. എ പ്ലേസ് ഫോർ എവ്രിതിങ്, എവ്രിതിങ് ഇൻ ഇറ്റ്സ് പ്ലേസ്. അങ്ങനെയാണെങ്കിൽ ഒരുപാട് സമയം നമ്മൾ ഓരോ കാര്യം തപ്പി നോക്കി സമയം നഷ്ടപ്പെടുത്തത്തില്ല. പിന്നെ ബാത്റൂം, നമ്മൾ വീട് പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ നല്ലതായിട്ട് വേണം നമ്മുടെ ബാത്റൂം സൂക്ഷിക്കുവാൻ. എപ്പോഴും വൃത്തിയുള്ളതായിട്ട്. പ്രത്യേകിച്ച് ഗേൾസ്, നിങ്ങൾ ഈ ബാത്റൂം യൂസ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്കറിയാം, നമ്മൾ ബാത്റൂം യൂസ് ചെയ്യുമ്പോൾ ക്ലീനായിട്ടുള്ള കമേഡ്, ക്ലീനായിട്ടുള്ള ബാത്റൂമിൽ യൂസ് ചെയ്യുക വളരെ അത്യന്താപേക്ഷിതം. നിങ്ങൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകാതിരിക്കാൻ, യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടാകാതിരിക്കാൻ വളരെ അത്യന്താപേക്ഷിതം. എല്ലാവർക്കും മനസ്സിലാകുന്നു, തീരെ പൊടിക്കുഞ്ഞുങ്ങൾക്കല്ലാത്തവർക്ക് ബാക്കിയുള്ളവർക്ക് മനസ്സിലാകും എന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് എപ്പോഴും നമ്മളുടെ വീട്, ഭവനം, കിച്ചണ്, ബാത്റൂം, അതുകൂടാതെ നമ്മളുടെ ചുറ്റുപാടുമുള്ള സ്ഥലം എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കണം. നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള സ്ഥലങ്ങൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ചുമതല, നമ്മുടെ കടമയാണ്. കാര്യം ഒരു ഭവനത്തിൽ അതിൻ്റെ വീട്ടിലോട്ട് വന്നു കയറുമ്പോൾ ആ വീടിൻ്റെ രണ്ട് വശത്തും 4 വശത്തുമുള്ള ചുറ്റുപാട് എങ്ങനെയുണ്ട്, വീട് എങ്ങനെയുണ്ട്, അടുക്കള എങ്ങനെയുണ്ട്, ബാത്റൂം എങ്ങനെയുണ്ട്, ഇത് എല്ലാം ക്ലീൻ ആയെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ആരോഗ്യമുള്ള ഒരു ജീവിതം നയിക്കുവാൻ സാധിക്കുകയുള്ളൂ. മനസ്സിലായോ? അതുകൊണ്ട് ഫിസിക്കലായിട്ടുള്ള ആരോഗ്യം നമുക്ക് അത്യന്താപേക്ഷിതമാണ്. രണ്ടാമത് ഏതാണ്? രണ്ടാമത് ഞാൻ പറഞ്ഞ ആരോഗ്യം ഏതാണ്? മാനസികാരോഗ്യം. വെരി ഗുഡ്. മെൻ്റലി യു ഹാവ് ടു ബി ഹെൽത്തി. ഒരു ഫിസിക്കലായിട്ട് നമുക്കിപ്പോൾ ഒരു പനി വന്നു, അല്ലെ ന്യൂമോണിയ വന്നു, അല്ലെങ്കിൽ ബ്ലഡിൽ ഇൻഫെക്ഷൻ വന്നു, നമ്മളെന്തോ ചെയ്യും? ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നമ്മൾ ട്രീറ്റ് ചെയ്യത്തില്ലയോ? അതുപോലെ തന്നെയാണ് മെൻ്റൽ ഇൽനെസ്സും. നമ്മുടെ രാജ്യത്ത്, ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിലാണ് ഈ മാനസിക അസുഖത്തെക്കുറിച്ച് അല്പമായ തെറ്റിദ്ധാരണകളൊക്കെ ഉള്ളത്. മാനസികമായിട്ട് അസുഖമാണെങ്കിൽ അയ്യോ അവർക്ക് മാനസികമായിട്ട് സുഖമില്ലാത്ത വ്യക്തിയാണ്, തലയ്ക്ക് ഭ്രാന്ത, അല്ലെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാണ്. ശരീരത്തിന് നമുക്കൊരു അസുഖം, ഒരു വേദന ഉണ്ടായാൽ, ഒരു ന്യൂമോണിയ വന്നാൽ, ഇല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ വന്നാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നമ്മൾ എങ്ങനെ അതിനെ ചികിത്സിക്കുമോ അതുപോലെ തന്നെയാണ് മാനസികമായിട്ടുള്ള അസുഖങ്ങളും. മാനസിക അസുഖത്തിന് അതിൻ്റേതായ ചികിത്സയുണ്ട്. അതിന് പ്രത്യേകമായ വിഭാഗം, ഒന്നുകിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ട് കൗൺസിലിങ്, ഇല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിനെ കണ്ട് സൈക്യാട്രിക് മരുന്ന്. ഇത് ഫിസിക്കലായിട്ടുള്ള സിക്നെസ്സിന് മരുന്ന് വാങ്ങിക്കുന്ന പോലെ തന്നെയാണ് സൈക്യാട്രിക് ഇൽനെസ്സിനുള്ള, മെൻ്റൽ ഇൽനെസ്സിനുള്ള ചികിത്സയും. അത് പക്ഷേങ്കിൽ നമ്മുടെ നാട്ടിലൊരു വലിയൊരു പ്രശ്നമാണ്. മാനസികമായി ആർക്കെങ്കിലും ഒരു ഡിപ്രഷന് ഇല്ലെങ്കിൽ ഒരു മറ്റ് പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് മറ്റാരോടും പറയത്തില്ല, എങ്ങനെയെങ്കിലും പൊതിഞ്ഞു വെച്ച് പാത്ത് വെച്ച് ആരോടും പറയാതെ, ആരെയും കാണിക്കാതെ, ആരെയും അറിയിക്കാതെ കൊണ്ട് എങ്ങനെയെങ്കിലും ആ കുഞ്ഞ് വളർന്നു വരിക. അത് ഏറ്റവും തെറ്റായ പ്രവണതയാണ്. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കാര്യം അറിയാം, അല്ലെങ്കിൽ മാനസികമായിട്ട് ഭയങ്കര പ്രയാസം, ഇല്ലെങ്കിൽ ഒരു കാര്യത്തിൽ ഒരു സന്തോഷമില്ല, ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാനൊരു ഉത്സാഹമില്ല, എപ്പോഴും കിടക്കണം, ഇല്ലെങ്കിൽ എപ്പോഴും എനിക്ക് ആരെയും കാണാതെ കണ്ടിരിക്കണം, ഇരുട്ടത്തിരിക്കണം, ഇല്ലെങ്കിൽ എനിക്ക് ഒരു കാര്യത്തിനും മുൻകൈ എടുത്ത് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തോ പ്രശ്നമുണ്ട്. അത് നിങ്ങൾക്കങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാതാപിതാക്കളോട് ഉടനെ പറയണം. ചിലപ്പോൾ അവരത് കണ്ടെങ്കിൽ തന്നെയും ഓ സാരമില്ല, അല്പം കഴിയുമ്പോൾ അത് മാറും, അല്പം കഴിയുമ്പോൾ അത് ശരിയാകും എന്ന് വയ്ക്കാതെ, ഇപ്പം ഇവിടെ ഇരിക്കുന്നവരിൽ ആർക്കെങ്കിലും മാനസികമായ എന്തെങ്കിലും പ്രശ്നം, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എപ്പോഴും ഒരു കാര്യവും ചെയ്യുന്നതിന് ഉത്സാഹമില്ല, ഒരു കാര്യത്തിന് മുന്നിൽ ചെന്ന് എനിക്ക് ഓടിപ്പോയി ആ കാര്യം ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് വിളിച്ചാൽ മാറി നിൽക്കുക,
ഇല്ലെങ്കിൽ പഠിക്കുന്നതിൽ ഉത്സാഹമില്ല, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് ഒന്നിനും ഉത്സാഹമില്ല, എപ്പോഴും മുറിയിലിരിക്കുന്ന സ്വഭാവം, എപ്പോഴും ഉറങ്ങണം ഇല്ലെങ്കിൽ കിടക്കണം, ഇങ്ങനെയുള്ള സ്വഭാവം ഉള്ള ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നാളെ വീട്ടിൽ ചെല്ലുമ്പം മമ്മിയോടും ഡാഡിയോടും പറയണം, ഞങ്ങൾ ക്യാമ്പിന് പോയപ്പം മെൻ്റൽ ഇൽനെസ്സിനെ കുറിച്ച് ഞങ്ങളോട് സംസാരിച്ചു, എനിക്കിങ്ങനൊരു ചെറിയ പ്രശ്നമുണ്ട്, അതെന്നെ ഒരു സൈക്കോളജിസ്റ്റിനെ ഒന്ന് കാണണം, ഒരു കൗൺസിലിങ്ങിന് പോകണമെന്ന് നിങ്ങൾ പറയണം. മനസ്സിലായോ? അത് പാത്തു വെക്കാൻ, ഒളിച്ചു വെക്കേണ്ടുന്ന ഒരു കാര്യമേ അല്ല. നമ്മുടെ ശാരീരികമായി അസുഖം എങ്ങനെയുണ്ടോ അതുപോലെയാണ് നമ്മളുടെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് മരുന്നുണ്ട്. ട്രീറ്റ്മെൻറ്റ് എടുത്താൽ കുറേയേറെ കാലം എടുക്കണമായിരിക്കും, കുറച്ച് നാൾ മരുന്നെടുക്കണമായിരിക്കും. ശാരീരിക ആരോഗ്യത്തിന് ചില രോഗങ്ങൾക്ക് ഒരുപാട് കാലം മരുന്നെടുക്കുന്നവരുണ്ട്, നിങ്ങൾക്കറിയത്തില്ല. അതുപോലെ തന്നെ മെൻ്റൽ ഇൽനെസ്സിനും നമുക്ക് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. മനസ്സിലായോ? മൂന്നാമത്തെ എന്താ? സാമൂഹിക ആരോഗ്യം. വെരി ഗുഡ്. സാമൂഹിക ആരോഗ്യം എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാകും? സമൂഹത്തിൽ ഒരു വ്യക്തി എങ്ങനെയായിരിക്കുന്നു, അതായത് നമ്മൾ തുണി അളക്കുന്ന യാർഡ് സ്റ്റിക്ക് അറിയാമോ നിങ്ങൾക്ക്? കടയിൽ പോയി തുണി അളക്കുമ്പോൾ 1 മീറ്റർ 2 മീറ്റർ അളക്കുന്ന യാർഡ് സ്റ്റിക്ക് ഉണ്ടല്ലോ. നമ്മളുടെ സ്വഭാവം, നമ്മൾ മറ്റുള്ളവരുമായിട്ട് എങ്ങനെ ഇടപെടുന്നു, മറ്റുള്ളവരുമായിട്ട് നമ്മളുടെ രീതികൾ, നമ്മൾ അങ്ങോട്ടെങ്ങനെയാണ്, ഇതെല്ലാം അളക്കുന്ന യാർഡ് സ്റ്റിക്കാണ് നമ്മുടെ സോഷ്യൽ ഹെൽത്ത്. നിങ്ങൾ എങ്ങനെയാണെന്നുള്ള ഒരു ഓവറോൾ ഒരു ഐഡിയ. ഇപ്പം ബ്ലസ്സി എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ നല്ല കുഞ്ഞാ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവൾക്ക് ശാരീരികമായിട്ട് ആരോഗ്യമുണ്ട്, മാനസികമായിട്ട് ആരോഗ്യമുണ്ട്, അവൾക്ക് സാമൂഹികമായിട്ടും ആരോഗ്യമുണ്ട്. നിങ്ങളെപ്പോഴും ഒരു മനുഷ്യരെ കാണുന്ന ഉടനെ ആര്, നിങ്ങളുടെ ടീച്ചേഴ്സ് ഇല്ലെങ്കിൽ പാസ്റ്റർ ഇല്ലെങ്കിൽ അടുത്തുള്ളവർ ആരെ കണ്ടാലും അവരെ കണ്ടൊന്ന് ചിരിച്ചുകൂടെ? അവരെ കാണുന്ന ഉടനെ കുനിഞ്ഞ് തലയും കുനിച്ചിട്ട് കാണാത്ത മട്ടിൽ പോകുന്ന വളരെ തെറ്റായ ഒരു പ്രവണതയാണ്. വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ, നിങ്ങൾ അത് പഠിക്കണം. ഏതൊരു വ്യക്തിയെ കണ്ടാലും നേരെ നോക്കുക, അവരുടെ മുഖത്ത് നോക്കി നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയത്തില്ലെങ്കിൽ ചിരിച്ചിട്ട് പോവുക. സ്മൈലിന് ഒരു വാല്യൂ ഇല്ല അൺലെസ് ഇറ്റ് ഈസ് ഗിവൺ അവേ. കൊടുത്തില്ല എങ്കിൽ ഒരു വിലയില്ലാത്തൊരു സാധനമാണ് ചിരി. നമ്മളൊന്ന് വർത്താനം പറയാം, അല്ലെ ആരെങ്കിലും കാണുക, ഒന്നും വേണ്ടുക, നമുക്ക് കൂടുതലായിട്ട് അവരോട് സംസാരിക്കാനൊന്നുമില്ല, ഒന്ന് കൈപൊക്കി ഒന്ന് ചിരിച്ചു ഹായ്, ഇത് മാത്രം പറഞ്ഞാൽ മതി. അതിന് പകരം ആരെങ്കിലും കാണുന്ന ഉടനെ കുനിഞ്ഞ് കാണാതെ, ഞാൻ അവരെ കണ്ടില്ല എന്ന് വെച്ചാൽ അവർ നിങ്ങളെ കാണാതിരിക്കത്തില്ലല്ലോ, അവർ കാണും ആ കൊച്ചിന് എന്തോ പറ്റി, അതിനെന്തോ കുഴപ്പമുള്ളതാണല്ലോ എന്ന് മറ്റുള്ളവർ പറയും. പറഞ്ഞ് മനസ്സിലായോ? അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങൾ എവിടെ പോയാലും, ബസ്സിലാണെങ്കിൽ, സ്കൂളിലാണെങ്കിൽ, ചർച്ചിലാണെങ്കിൽ, എവിടെ പോയാലും മറ്റുള്ളവരുമായി സഹകരിക്കുക. മറ്റുള്ളവരെ കാണുമ്പോൾ അവരുമായിട്ട് ഒന്ന് ഇൻട്രാക്റ്റ് ചെയ്യുക. ഒരു കമ്മ്യൂണിക്കേഷൻ. സ്മൈൽ ഈസ് എ കമ്മ്യൂണിക്കേഷൻ. എനിക്ക് നിങ്ങളുമായിട്ട് ഒരു പിണക്കവുമില്ല, എനിക്ക് സ്നേഹമാണ്, ഒരു കുഴപ്പവുമില്ല എന്ന് പറയുന്ന ഒരു ലാംഗ്വേജാണ് സ്മൈൽ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു മനുഷ്യരെ കണ്ടാലും ആരെ കണ്ടാലും കുനിഞ്ഞു പോകാതെ നേരെ നോക്കി അവരെ ഒന്ന് വിഷ് ചെയ്യുക. രണ്ടാമതായിട്ട്, നമ്മൾ ഏത് ചുറ്റുപാടിലായിരുന്നാലും നമ്മൾ 4 വശവും ഒന്ന് നോക്കണം. അവരെന്തു ചെയ്യുന്നു? അവരെല്ലാവരും തൂക്കുക, അല്ലെങ്കിൽ കള പറിക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ മുറ്റത്ത് വൃത്തിയാക്കാന്ന്. ഞാനും ഓടിപ്പോയി അവരുടെ കൂടെ പോയി 2 കള പറിച്ചാൽ ഒരു കുഴപ്പവും വരത്തില്ല. മനസ്സിലായോ? ഇതെല്ലാം ചെയ്യുന്നെങ്കിൽ മാത്രമേ നമ്മൾ സോഷ്യലി, സാമൂഹികമായിട്ട് ഹെൽത്തി ആയിട്ടിരിക്കത്തുള്ളൂ. നമ്മുടെ അയൽപക്കത്ത് താമസിക്കുന്ന വ്യക്തിയുമായിട്ട് നമ്മൾ സ്നേഹമായിട്ട് കഴിയുമെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, കഴിയുമെങ്കിൽ എല്ലാവരോടും സമാധാനമായിരിപ്പീൻ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലായ്പ്പോഴും നമ്മൾ കാണുന്നവരെ, നമ്മളുടെ അടുത്തുള്ളവരെ, നമ്മുടെ സഭയിലുള്ളവരെ എല്ലാവരോടും നമ്മൾ സമാധാനമായിട്ടിരിക്കണം. എപ്പോഴും അവരോട് വഴക്കുണ്ടാക്കി, ഇല്ലെന്നുണ്ടെങ്കിൽ അതൃപ്തിയായ കാര്യങ്ങൾ പറയുക, അതൃപ്തിയായ കാര്യങ്ങൾ ചിന്തിക്കുക, ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മൾ മറന്നു കളഞ്ഞിട്ട് എപ്പോഴും മറ്റുള്ളവരോട് സ്നേഹമായിട്ട് സമാധാനമായിട്ടിരിക്കുവാനായിട്ട് ശ്രമിക്കണം. എന്നെങ്കിൽ മാത്രമേ ഒരു സോഷ്യൽ, അതായത് ഒരു സാമൂഹിക ജീവി,
സോഷ്യോളജി പഠിക്കത്തില്ലേ നിങ്ങളെ? സോഷ്യോളജി എന്ന് പറഞ്ഞാൽ എന്തുവാ? ഒരു സാമൂഹിക ജീവിക്കുന്ന സൊസൈറ്റിയെക്കുറിച്ച് പഠിക്കുന്നതാണ് സോഷ്യോളജി. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു സമൂഹ ജീവി. പഠിച്ചിട്ടുണ്ടോ? സ്കൂളിൽ പഠിച്ചിട്ടില്ലേ? മനുഷ്യൻ ഒരു സമൂഹ ജീവി, ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ സൊസൈറ്റിയിൽ ജീവിക്കുവാൻ ആവശ്യമായ ആരോഗ്യം നമുക്ക് അത്യന്താപേക്ഷിതമാണ്. മനസ്സിലായോ? അപ്പോൾ ആരോഗ്യത്തിന് ഏതൊക്കെ വേണം? ശാരീരിക ആരോഗ്യം അത്യന്താപേക്ഷിതം. രണ്ടാമത് മാനസിക ആരോഗ്യം അത്യന്താപേക്ഷിതം. മൂന്നാമതായിട്ട് നമുക്ക് വേണ്ടിയത് സാമൂഹികമായ ആരോഗ്യം. ഇങ്ങനെയുള്ളപ്പോൾ മാത്രമേ നമുക്ക് കടന്നു വന്ന് ആരാധിക്കാൻ പറ്റുകയുള്ളൂ. ആരാധന എന്ന് പറയുന്നത് നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം കൂട്ടി വെച്ചുകൊണ്ട് നമുക്ക് ആരാധിക്കുവാൻ സാധിക്കുകയില്ല. നമ്മളുടെ പ്രശ്നങ്ങൾ, നമ്മളുടെ രോഗങ്ങൾ സൗഖ്യമാക്കി ആരോഗ്യമുള്ള ശരീരമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായല്ലോ? ഓക്കെ, കർത്താവിൻ്റെ ഒരു മിനിറ്റ് ഒരു ആ പാട്ടൊന്ന് പഠിപ്പിക്കാമെന്ന് ഞാൻ പറഞ്ഞു. വിൻഡോസ് ഓഫ് ഹെവൻ. ഇറ്റ്സ് വെരി അപ്രോപ്രിയേറ്റ് ഫോർ ദം. ആൻറ്റിക്കൊരു ബ്രേക്ക് കൊടുക്കാൻ വേണ്ടിയാണ് കേട്ടോ, ഒരു 2 മിനിറ്റ് സംസാരത്തിനിടയ്ക്ക്. ഞാൻ ഏതോ ഒരു യൂത്ത് ക്യാമ്പിൽ ഒരു പാട്ട് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഏത് സമയത്താണ് ഞാൻ ഓർക്കുന്നില്ല. ആരെങ്കിലും അത് കേട്ടിട്ടുണ്ടോ? വിൻഡോസ് ഓഫ് ഹെവൻ ആർ ഓപ്പൺ, ദ ബ്ലെസ്സിങ്സ് ആർ ഫോളിങ് ടുഡേ, ദർ ഇസ് ജോയ് 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 ഇൻ മൈ ഹാർട്ട് സിൻസ് ജീസസ് മെയ്ഡ് എവറിത്തിങ് റൈറ്റ്. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ ആ പാട്ട്? ആരും ഓർക്കുന്നില്ല. അതിൻ്റെ വേർഡ്സ് വേണേൽ കുറിച്ചെടുത്തോണം കേട്ടോ, ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞുതരാം. If you have your pen and paper ready. Windows of heaven are open. Windows of heaven are open. The blessings are falling today. രാത്രി പാടുകയാണെങ്കിൽ നിങ്ങൾക്ക് പാടാം. The blessings are falling tonight. The blessings are falling today. There is joy, joy, joy in my heart. There is joy, joy, joy in my heart. Since Jesus made everything right. Since Jesus made everything right. എഴുതിയല്ലോ. Next line. I gave him my old tattered garments. Oh, you have to use the tattered word, then only this song will come into place. I gave him my old tattered. Tattered means dirty garments. Tattered garments. He gave me a robe of pure white. He gave me a robe of pure white. And I'm feasting on manna from heaven. I'm feasting on manna, M-A-N-N-A, manna from heaven. And that's why I'm happy today. And that's why I am happy today. I'll sing it once, then you can join me in singing one more time. Windows of heaven are open. The blessings are falling today. There's joy, joy, joy in my heart since Jesus made everything right. I gave him my old tattered garments, and he gave me a robe of pure white. I'm feasting on manna from heaven, and that's why I'm happy today. Sing along with me. Windows of heaven are open. The blessings are falling today. There's joy, joy, joy in my heart since Jesus made everything right. I gave him my old tattered garments, and he gave me a robe of pure white. I'm feasting on manna from heaven, and that's why I'm happy today. We'll sing it one more time. Imagine that you're singing for an evening service or a tonight service. Then you can change it to, instead of today, tonight.
Windows of heaven are open. The blessings are falling tonight. There's joy, joy, joy in my heart, since Jesus made everything right. I gave him my old tattered garments, and he gave me a robe of pure white. I am feasting on manna from heaven, and that's why I'm happy tonight. We'll sing it for the last time. Windows of heaven are open. The blessings are falling today. There's joy, joy, joy in my heart, since Jesus made everything right. I gave him my old tattered garments, and he gave me a robe of pure white. I am feasting on manna from heaven, and that's why I'm happy today. You all got it? Good, very good. Thank you. താങ്ക് യു സർ, താങ്ക് യു. വളരെ അർത്ഥവത്തായ ഒരു കോറസ്, അതുകൊണ്ടാണ് ഞാൻ കർത്താവിൻ്റെ ദാസനോട് പറഞ്ഞത്. നിങ്ങൾക്ക് രാത്രിയിലും പകലും വേർഡ്സ് എഴുതി വെച്ചിട്ട് ഇപ്പോൾ കേട്ടല്ലോ, പഠിച്ചിട്ട് പാടിയ നമ്മുടെ എല്ലാ കാര്യങ്ങളും ദൈവത്തിൽ ഫലമേൽപ്പിച്ച് കഴിഞ്ഞാൽ ദൈവം നമ്മളെ പുതിയൊരു സൃഷ്ടിയാക്കി, പുതിയ റോബ്, പുതിയ ഉടുപ്പ് തന്ന് നമ്മളെ വെള്ള വസ്ത്രധാരികളാക്കി തീർക്കും. അതതിൻ്റെ ജസ്റ്റ് അതിൻ്റെ കണ്ടൻറ്റ് മീനിങ്. അതുകൊണ്ട് ദൈവത്തിൽ നമ്മളെ മുഴുവനായിട്ട് ഫലമേൽപ്പിക്കുക, നമുക്ക് ആവശ്യമായതെല്ലാം ദൈവം നമുക്ക് നൽകിത്തരും. മനസ്സിലായല്ലോ? ഇനിയും നമ്മളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ വേറൊരു കാര്യം, ഉറക്കം. നമുക്കെല്ലാവർക്കും ഉറങ്ങാൻ ഇഷ്ടമുള്ളവരാ, പക്ഷെ ചിലർക്ക് ഉറക്കം ഒരുപാട് കൂടുതൽ ഉറങ്ങുന്നവരുണ്ട്, ചിലർ വളരെ കുറച്ച് ഉറങ്ങുന്നവരുണ്ട്. ഒരു സാധാരണ വ്യക്തിയുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും നിലനിൽപ്പിനും നോർമലായിട്ട് പ്രവർത്തിക്കുന്നതിനും 8 മണിക്കൂർ ഉറക്കം അത്യാവശ്യമാണ്. എന്നാൽ ചിലർക്ക് 9 മണിക്കൂർ 10 മണിക്കൂർ ഉറങ്ങുന്നവരുണ്ട്, ചിലർ 6 മണിക്കൂർ 7 മണിക്കൂർ ഉറങ്ങുന്നവരുണ്ട്. അല്പ വേരിയേഷൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. എന്നാൽ ഒരു 8 മണിക്കൂർ ഉറക്കമെങ്കിലും, പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാനുണ്ട്, സമയം കിട്ടത്തില്ല, അപ്പോൾ പറയും ഞാൻ സാരമില്ല, വീക്കെൻഡിൽ ഞാൻ മേക്കപ്പ് ചെയ്തോളാം, അപ്പോൾ ഒരു 6-7 മണിക്കൂറൊക്കെ ഉറങ്ങിയതിലും കുഴപ്പമില്ല. പക്ഷേ അത്യാവശ്യമായിട്ട് 8 മണിക്കൂർ ഉറങ്ങണം. പകൽ ഒരു അല്പസമയം, ഒരു 15-20, കൂടിപ്പോയാൽ ഒരു 30 മിനിറ്റ് സമയമുള്ളപ്പോൾ, സൗകര്യമുള്ളപ്പോൾ ഒരു പവർ നാപ്പ്, അതായത് ഒരു പൂച്ചയുറക്കം ഉറങ്ങിയാൽ നമുക്ക് നോർമലായിട്ട് ഫങ്ഷൻ ചെയ്യാൻ, കൂടുതൽ ആരോഗ്യപ്രദമായിട്ട് ഫങ്ഷൻ ചെയ്യാനുമായിട്ട് സാധിക്കും. മനസ്സിലായോ? എന്നാൽ ചിലർക്ക് ഒരുപാട് നേരം പകൽ മുഴുവൻ കിടന്നങ്ങ് ഉറങ്ങുക, വിളിച്ചാലും എഴുന്നേറ്റ് വരാം പിന്നെയും ഉറങ്ങുക. അത് ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, മാനസികമായി എന്തെങ്കിലും പ്രശ്നമുള്ളവരാണ് അങ്ങനെ അധികമായ സമയം ഉറങ്ങുന്നവർ. അതുകൊണ്ട് ഒരുപാട് സമയം പകലും ഉറങ്ങുക, പിന്നെ രാത്രി മുഴുവൻ ഉറങ്ങുക, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് നോട്ട് ചെയ്യണം, മാതാപിതാക്കൾ അത് ശ്രദ്ധിക്കുകയും വേണം. മനസ്സിലായോ? അപ്പോൾ 8 മണിക്കൂർ ഉറക്കം. അടുത്തതായിട്ട് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടിയ ഒരു സ്കില്ലാണ് കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം. നമ്മൾ മാതാപിതാക്കളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നിങ്ങളോട് മാതാപിതാക്കൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പോലെ നിങ്ങളും അങ്ങോട്ട് ആശയവിനിമയം നടത്തണം. സ്കൂളിൽ പോയേച്ച് വന്ന് അമ്മ ചോദിക്കും, മോനെ എങ്ങനെ ഉണ്ടായിരുന്നെന്ന്? ഒന്നുമില്ല. അങ്ങനെ പറഞ്ഞല്ല. ഇന്ന് ഞാൻ സ്കൂളിൽ പോയപ്പം, അങ്ങോട്ട് പോയപ്പം ബസ് താമസിച്ചു, അവിടെ ചെന്നപ്പോൾ ഇച്ചിരി താമസിച്ചായിരുന്നു, പിന്നെ ബസ്സിൻ്റെ അവിടെ നിന്ന് ഞങ്ങൾ ക്ലാസ് വരെ ഓടേണ്ടി വന്നു, ബെല്ലടിച്ചപ്പോൾ ഞങ്ങൾ ഓടുമായിരുന്നു. ഇതെല്ലാം ഒരമ്മയോടോ ഒരപ്പനോടോ എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞ് സംസാരിച്ചാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ സക്സസ്ഫുള്ളായിട്ട് മുൻപോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. എല്ലാ കാര്യവും മനസ്സിലൊതുക്കി ഒന്നുമില്ല എന്ന് പറയുന്നവർ മുമ്പേ ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും മെൻ്റൽ ഇൽനെസ്സിന് അടിമകളായിത്തീരും. അതുകൊണ്ട് നമ്മളുടെ കാര്യങ്ങൾ, നമ്മൾ പറയാനുള്ള നമ്മുടെ പ്രശ്നങ്ങൾ, വീട്ടിലെ സ്കൂളിലെ കാര്യങ്ങൾ, പോയ വഴിക്ക് നമ്മുടെ ഫ്രണ്ട്സിനെ കുറിച്ച് എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അത് നമ്മുടെ മാതാപിതാക്കളോട് പറയണം. നിങ്ങൾ പേടിയായിരിക്കും ചിലപ്പം, അമ്മയോട് പറഞ്ഞാൽ അമ്മ എന്നെ അടിക്കും, അല്ലെ മമ്മി അത് പറഞ്ഞാൽ മമ്മി പറയും വേണ്ടാന്ന് പറയും. അതല്ല,
നിങ്ങൾ നേരിടുന്ന അല്ലെങ്കിൽ നിങ്ങൾ കണ്ട കാര്യങ്ങൾ, നിങ്ങൾ പോയപ്പോൾ അനുഭവിച്ചതായ ഇവൻസ്, കാര്യങ്ങൾ, ഇതെല്ലാം മമ്മിയോടും ഡാഡിയോടും പറയണം. ഒരു കുഞ്ഞ് വളർന്നു വന്ന് അവർ പൂർണ്ണ വളർച്ചയിലായി പഠിക്കുവാൻ വേറൊരു ദേശത്ത് പോകുന്നിടം വരെ അവരെ ഇങ്ങനെ എപ്പോഴും അവർ മാത്രമാണ് മാതാപിതാക്കളുടെ ചിന്ത എപ്പോഴും. അപ്പോൾ അവരോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരുന്നാൽ വേറെ ആരോട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒക്കുന്നത്? എൻ്റെ മാതാവും പിതാവും മരിച്ചിട്ട് തന്നെ ഇപ്പം 24-22 വർഷമായി. ഇപ്പോഴും അവരുടെ കാര്യം, അവരെനിക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ, അവരെന്നെ പഠിപ്പിച്ച കാര്യങ്ങൾ, ഈ പറഞ്ഞു തന്ന ഈ ആപ്തവാക്യങ്ങളെല്ലാം എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചതാണ്. ഞാൻ അമ്മയോട് സംസാരിക്കാമായിരുന്നു, അമ്മ എനിക്ക് വല്ലതും പറഞ്ഞു തരുമോ? ഒരു മാതാവിനോടോ അല്ലെ ഒരു പിതാവിനോടോ അടുത്തിരുന്ന് അവർ ജോലി ചെയ്യുമ്പം അവരുടെ കൂടെ പോയി നിന്ന് ജോലി ചെയ്ത് കറിക്കരഞ്ഞു കൊടുത്ത് പാത്രം കഴുകി കൊടുത്ത് വർത്താനം പറഞ്ഞ് കമ്മ്യൂണിക്കേഷൻ ശരിയായിട്ട് പഠിച്ചിട്ട് വേണം നമ്മൾ വീട്ടിന് പുറത്തോട്ട് പോകുവാൻ. കാര്യം വെളിയിൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്തേലേ ഒക്കത്തുള്ളൂ. ഒരു പഠിക്കാൻ പോയാൽ കമ്മ്യൂണിക്കേഷൻ അത്യാവശ്യം, ജോലിക്ക് പോയാൽ കമ്മ്യൂണിക്കേഷൻ. ആശയവിനിമയം ചെയ്യാതെ എവിടെയെങ്കിലും നമുക്ക് ജോലി ചെയ്യാൻ ഒക്കുമോ? ഒരു ദിവസം അല്ലെ 2 ദിവസം കഴിയുമ്പോൾ അവരവിടുന്ന് പറഞ്ഞു വിടും. ഒരിക്കലും നമുക്ക് ആശയവിനിമയം നടത്താതെ എങ്ങും ജോലി ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് വീട്ടിൽ നമ്മൾ ആശയവിനിമയം നടത്തുക. ഇനിയും സ്കൂളിൽ പോയച്ച് വരുന്നുണ്ടെങ്കിൽ അമ്മ ചോദിക്കും, എന്തുണ്ടായിരുന്നു മോളെ വിശേഷം, എങ്ങനെ ഉണ്ടായിരുന്നു സ്കൂളെന്ന് പറഞ്ഞാൽ ഇതല്ല, ഇന്നത്തെ കാര്യങ്ങൾ അമ്മയോട് പറയുക. കഴിക്കുന്ന സമയത്ത് അമ്മയുടെ കൂടെ ഇരുന്ന് കഴിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ അമ്മ പണി ചെയ്യുക, ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മമ്മിയെ സഹായിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. അപ്പോൾ ആ മമ്മിയുടെ കൂടെ നിന്ന് ജോലി ചെയ്യുമ്പം വർത്താനം പറയുക, അമ്മയോട് എല്ലാ കാര്യങ്ങളും പറയുക. ഗേൾസിന് പേരൻസിനോട് 2 പേരോടും പറയാം. ഗേൾസ് കൂടുതലും പപ്പായോടായിരിക്കും അല്ലെ ഡാഡിയോടായിരിക്കും കൂടുതൽ അടുപ്പം. എന്നാലും ചില കാര്യങ്ങൾ നമ്മൾ അമ്മയോടായിരിക്കും പറയുന്നത്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുവാൻ നമ്മൾ മനസ്സ് വെക്കണം. ആശയവിനിമയം ശരിയായിട്ട് ചെയ്യുന്നവരായിരിക്കണം. എന്നെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ മുൻപോട്ട് പോകുവാൻ കഴിയുകയുള്ളൂ. ആശയവിനിമയം, കമ്മ്യൂണിക്കേഷൻ. അടുത്തതായിട്ട് വേറൊരു കാര്യം നമുക്ക് ചെയ്യേണ്ടത്, നമ്മളാൽ കഴിയുന്നിടത്തോളം മറ്റുള്ളവരെ സഹായിക്കുക. നിങ്ങളിപ്പോൾ സ്കൂളിൽ പഠിക്കുന്നവരാ അല്ലെ കൊച്ചു കുഞ്ഞുങ്ങളാ, നിങ്ങളെന്തോ സഹായിക്കുന്നത്? പോകുന്ന വഴിക്ക് ഇപ്പോൾ ആൻറ്റിയുടെ കയ്യിൽ നിന്ന് പേപ്പർ താഴെ പോയി, നിങ്ങൾ പുറകെ വരിക. ആൻറ്റി കുനിഞ്ഞെടുക്കാതെ ആ പേപ്പർ എടുത്ത് കൊടുത്ത്, കൊച്ചു കാര്യം നമുക്ക് ചെയ്യാനൊക്കുന്ന കാര്യമല്ലേ, വളരെ നിസ്സാരമായൊരു കാര്യമല്ലേ. ഒരു അമ്മയും ഒരു കുഞ്ഞും കൂടെ വരിക, അന്നേരം നിങ്ങൾക്ക് അവരുടെ കയ്യിൽ ഒരുപാട് ഭാരമുള്ള ഒരു സാധനമുണ്ട്. ആ ഭാരമുള്ള സാധനം അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച്, ആൻറ്റി ഞാനത് പിടിച്ചോളാം എന്ന് പറയുന്നേ. അങ്ങനെ ഒരു കൊച്ചു ചെറിയ കാര്യം മുതൽ വലിയ, നിങ്ങൾ ബസ്സിൽ പോകുന്ന ഉടനെ നിങ്ങൾക്ക് ഇരിക്കാൻ സീറ്റുണ്ട്, ഒരു പ്രായമായ ഒരു അമ്മച്ചി വന്നാൽ നിങ്ങൾ എഴുന്നേറ്റ് കൊടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഒരു മാതാവ് ഒരു കുഞ്ഞിനെയും കൊണ്ട് വന്നു, കയ്യിൽ സാധനമുണ്ട്, നിങ്ങൾ എഴുന്നേറ്റ് കൊടുക്കണം. സാധനം വാങ്ങിച്ചിട്ട് പറയണം, ആൻറ്റി ഇവിടെ ഇരുന്നു എന്ന് പറയണം. ഇങ്ങനെ അല്പമായിട്ടോ അധികമായിട്ടോ, നിങ്ങൾക്കിപ്പോൾ കുഞ്ഞുങ്ങളായിരിക്കും, നിങ്ങൾക്ക് അധികമായിട്ടൊന്നും സഹായിക്കാൻ സാധിക്കത്തില്ല. എന്നിരുന്നാൽ നിങ്ങളാൽ കഴിയുന്നിടത്തോളം വേറൊരുത്തരെ സഹായിക്കുക. എന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയാകുവാൻ സാധിക്കുകയുള്ളൂ. പറയുന്നത് മനസ്സിലാവും. നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും, മാതാപിതാക്കൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാകും. അറിയാത്തവരെ ചെയ്യാത്തവർക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ഹെൽപ്പിങ് അതേഴ്സ്. അടുത്തതായിട്ട് ആൺപിള്ളേരാ കൂടുതലും എപ്പോഴും ആരോടെങ്കിലും ചുമ്മാ അത് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഒന്ന് ഞോണ്ടും, ഇല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് വഴക്കുണ്ടാക്കും, അടിക്കും, ബഹളം ഉണ്ടാക്കും, പിന്നെ അത് വലിയ വഴക്കായി. പ്രത്യേകിച്ച് ആൺപിള്ളേർ. പെൺപിള്ളേരും ഉണ്ടാകും, ചുമ്മാ അതുകൊണ്ട് വഴക്കുണ്ടാക്കുന്ന, വഴിയെ പോകുന്ന കൊച്ചിൻ്റെ മുടിയേലൊന്ന് പിടിക്കും, അവൾ തിരിഞ്ഞൊന്ന് കൊടുക്കും, പിന്നെ അത് ബഹളമായി അടിയായി. ഇതൊന്നും ഒരു നല്ല കുഞ്ഞിന്, ഒരു ദൈവത്തെ അറിയുന്ന അല്ലെങ്കിൽ ഒരു ആരോഗ്യമുള്ള ശരീരമുള്ള ഒരു വ്യക്തി ചെയ്തുകൂടാത്ത കാര്യമാണ്. അനാവശ്യമായിട്ട് ആരോടും ഒരു കാര്യവും സംസാരിക്കാതിരിക്കുക, വഴക്കുണ്ടാക്കാതിരിക്കുക, ഒരു കാര്യത്തിനും പ്രൊവോക്ക് ചെയ്യാതിരിക്കുക. മനസ്സിലായോ? പേരൻസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, പക്ഷേ ഞാനത് ഓർത്തപ്പം പെട്ടെന്ന് ഞാൻ ആ പോയിൻ്റ് എഴുതി വെച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അടുത്തതായിട്ട് വർക്കിംഗ് ഹാർഡ്. നമ്മുടെ ജീവിതത്തിലെ എന്ത് കാര്യത്തിനും there is no substitute for hard work. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത്? കഠിനാധ്വാനത്തിന് യാതൊരു അതിന് വിപരീതം, അതിന് പകരമായിട്ട് വെക്കാൻ ഒന്നുമില്ല. ഏതൊരു വ്യക്തി സക്സസ്ഫുള്ളായിട്ട് ജീവിക്കണമെങ്കിലും കഠിനാധ്വാനം അത്യന്താപേക്ഷിതമാണ്.
ദർ ഈസ് നോ സക്സസ് വിത്തൗട്ട് ഹാർഡ് വർക്ക്. നമുക്ക് എന്ത് കാര്യത്തിലും, പഠിത്തത്തിൽ നല്ലതായിട്ട് പോകണോ, ഹാർഡ് വർക്ക് ചെയ്യണം. സ്പോർട്സിൽ നല്ലതായിട്ട് പോകണോ, ഹാർഡ് വർക്ക് ചെയ്യണം. എന്ത് കാര്യത്തിനും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന സ്വഭാവമുള്ളവരായിരിക്കണം. ഒരു ജോലി കിട്ടിയാൽ, ഒരു ഹോംവർക്ക് കിട്ടിയാൽ അത് വന്ന ഉടനെ ചെയ്തു തീർക്കുക. കിട്ടുന്ന പണിയെല്ലാം കൂടെ പയൽ ചെയ്ത് ഒന്നിച്ച് വെച്ച് പിന്നെ ചെയ്യാം ഇങ്ങനെയുള്ള സ്വഭാവം, മാറ്റിവെക്കുന്ന സ്വഭാവം നമുക്ക് ഒരു നല്ല സ്വഭാവമല്ല. അതുകൊണ്ട് എന്ത് കാര്യം ചെയ്യുന്നുണ്ട്, പണിയുണ്ടെങ്കിലും കഠിനാധ്വാനം ചെയ്ത് നല്ലതായിട്ട് ചെയ്യുക. ഇത് വളരെ അത്യന്താപേക്ഷിതമാണ്. പിന്നെ സ്പോർട്സ് ആൻഡ് ഗെയിംസ് ഓർ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്. നമുക്കെല്ലാവർക്കും ഒന്നല്ലെങ്കിൽ ഒരു കാര്യത്തിൽ ഇടപെടാൻ കഴിയും. ഒരാൾക്ക് ഓടാൻ കഴിയും, ഇല്ലെങ്കിൽ ഒരാൾക്ക് ചാടാൻ കഴിയും, ഇല്ലെന്നുണ്ടെങ്കിൽ എഴുതാൻ കഴിയും, ഇല്ലെങ്കിൽ പടം വരയ്ക്കാൻ കഴിയും, ഇല്ലെങ്കിൽ സ്റ്റോറി പറയാൻ കഴിയും, ഇല്ലെങ്കിൽ ഡ്രാമ ചെയ്യാൻ, എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് വൺ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി നിങ്ങൾ ചെയ്തിരിക്കണം. നമ്മുടെ ഒരു നല്ല വളർച്ചയ്ക്ക്, മാനസിക ആരോഗ്യത്തിന്, നമ്മൾ സമൂഹത്തിൽ ശരിയായ രീതിയിൽ വളർന്നു വരുവാൻ അത്യന്താപേക്ഷിതമാണ്. നിങ്ങളുടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യം, സ്പോർട്സ് പഠിക്കുന്നത് കൂടാതെ സ്പോർട്സ്, ഗെയിംസ് അല്ലെങ്കിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ എല്ലാവരും, ഇവിടെ ഇരിക്കുന്നവരിൽ ആരെങ്കിലും ഏതെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ ഉൾപ്പെടാത്തവരുണ്ടോ? ഏതെങ്കിലും ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ ഉൾപ്പെടുന്നവർ കൈയൊന്ന് പൊക്കിക്കേ. കുറച്ച് പേരുണ്ട്, കുറച്ച് പേർ ഒന്നിലുമില്ലേ? നിങ്ങളിവിടുന്ന് പോയി കഴിഞ്ഞ് ക്യാമ്പിന് ചെന്ന് നാളെ മറ്റന്നാളിൽ പോയി കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്നിരുന്ന് ഒരു പേപ്പറും പേനായും എടുത്ത് നിങ്ങൾക്ക് വരയ്ക്കാൻ ഒക്കുമോ? വരയ്ക്കണം. ഇല്ലെങ്കിൽ പദ്യം എഴുതാൻ ഒക്കുമോ? എഴുതണം. ഇല്ലെങ്കിൽ പ്രസംഗം എഴുതാൻ ഒക്കുമോ? എഴുതണം. എന്തെങ്കിലും ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി, പ്രത്യേകിച്ച് ഇപ്പോൾ അവധിയുടെ സമയമല്ലേ, നിങ്ങളെന്തോ ചെയ്യും? വീട്ടിലിരുന്ന് മുഴുവൻ സമയം നിങ്ങൾ എന്തോ ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്? സോ യു ഹാവ് ടു ടേക്ക് പാർട്ട് അറ്റ്ലീസ്റ്റ് ഇൻ വൺ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി. ഏതെങ്കിലും ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി. പലതും ചെയ്യാം. നിങ്ങൾക്ക് നമ്മൾ എത്ര കൂടുതൽ ചെയ്യുന്നോ, എത്ര കൂടുതൽ അധ്വാനം ചെയ്യുന്നോ, അത്രയും കൂടുതൽ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് കഠിനാധ്വാനത്തിൻ്റെ കൂടെ ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങൾ ചെയ്യണം. മനസ്സിലായോ? നാലാമത്തേത്, ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സ്പിരിച്വൽ ഹെൽത്ത്. ഞാൻ പറഞ്ഞില്ലേ, ആത്മീയമായി ആരോഗ്യം. ഈ ആരോഗ്യം നാലും കൂടെ ചേർന്ന് വന്നെങ്കിൽ മാത്രമേ നമുക്ക് ആരാധിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ എല്ലാവർക്കും? അപ്പോൾ ആത്മീയമായ ആരാധനയ്ക്ക് നമുക്ക് എന്ത് വേണം? ഇറ്റ് ഈസ് ദ ആക്ട് ഓഫ് ലിവിങ് വിത്ത് ഓണസ്റ്റി ആൻഡ് ഇൻ ലൈൻ വിത്ത് അവർ സ്പിരിച്വൽ ബിലീഫ്. സത്യസന്ധതയോടെ ദൈവം മുൻപാകെ ജീവിച്ച് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതായ ക്രിസ്ത്യൻ വാല്യൂസ് ഫോളോ ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന ഒരാൾ മാത്രമാണ് ആത്മീയമായ ആരോഗ്യമുള്ളവർ. പറഞ്ഞ് മനസ്സിലായോ? നമ്മളെ സ്കൂളിൽ പഠിപ്പിച്ച്, സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നവർ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ മാതാപിതാക്കൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, സത്യദൈവം, യേശുക്രിസ്തു സത്യദൈവം. ഈ സത്യദൈവത്തെ നമ്മൾ ഫോളോ ചെയ്ത് യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് അവൻ്റെ മകളായി ജീവിക്കുക എന്നുള്ളതാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ബിലീഫ്, ഇല്ലേ? ആ യേശുവിനെ സ്വീകരിച്ചവർ വെള്ളത്തിൽ മുങ്ങി സ്നാനമേൽക്കുക, അത് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ബിലീഫല്ലേ? എല്ലാവരെയും അത് അറിയാത്തവരാരെങ്കിലും ഉണ്ടോ? ഈ യേശുവിനെ സ്വീകരിച്ച് മുഴുവൻ സ്നാനമേറ്റവർ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കണം. പരിശുദ്ധാത്മാവ് അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ നമുക്ക് ഈ ലോകത്ത് ജീവിക്കുവാനേ സാധിക്കത്തില്ല. അപ്പോൾ സ്നാനപ്പെടാത്തവർക്ക് ആത്മാഭിഷേകം കിട്ടിയിട്ടുള്ളവരുണ്ട്. പക്ഷെങ്കിൽ ഇവിടെ നിൽക്കുന്നവർ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് സ്നാനപ്പെട്ടവർ എത്ര പേരുണ്ട്? ഓക്കെ, സ്നാനപ്പെടാത്തവരെത്ര പേരുണ്ട്? സ്നാനപ്പെടാത്തവർ ഇത്രയും അധികം പേരുണ്ട്. ഓക്കെ, എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് വളരെ ചുരുക്കത്തിൽ ഞാൻ പറയാം. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അത്യന്താപേക്ഷിതമായി ചെയ്യേണ്ട അടുത്ത കാര്യം
യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചവരാണോ നിങ്ങൾ? ഈ കൈപൊക്കിയവരിൽ ആരെങ്കിലും യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാത്തവരാരെങ്കിലും ഉണ്ടോ? യേശു ക്രിസ്തുവിനെ എൻ്റെ സ്വന്തം രക്ഷിതാവെന്ന് വായ കൊണ്ട് ഏറ്റു പറഞ്ഞ് സഭയിൽ ചെന്ന് പറയാത്തവരാരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളോട് പറയാത്തവരാരെങ്കിലും ഉണ്ടോ? എല്ലാവരും രക്ഷിക്കപ്പെട്ടവർ. അടുത്ത ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യം, ഈ ക്യാമ്പ് കഴിഞ്ഞാൽ ഉടൻ ചെയ്യേണ്ട അത്യന്താപേക്ഷിതമായ കാര്യമാണ് നിങ്ങൾ മുഴുകൽ സ്നാനം എടുക്കുക എന്നുള്ളത്. അതാണ് നമ്മളുടെ ബിലീഫ്, അതാണ് നമ്മുടെ ടെനൻസ് ഓഫ് ഫെയ്ത്തിൽ ഏറ്റവും കാർഡിനൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്, ചെയ്യേണ്ട കാര്യമാണ് സ്നാനപ്പെടുക എന്നുള്ളത്. നിങ്ങൾ ഈ ക്യാമ്പ് കഴിഞ്ഞ് പോയി കണിശമായിട്ടും സ്നാനപ്പെടുവാൻ ആവശ്യമായ കാര്യങ്ങൾ ക്രമീകരിക്കണമെന്ന് ദൈവനാമത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഈ സ്നാനമെന്ന് പറയുന്ന അതിനൊരു എക്സ്ക്യൂസ് ഇല്ല. കർത്താവിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നതാണ് നമ്മൾ സ്നാനപ്പെടുക എന്നുള്ളത്. അതിനൊരു ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ആരാ? യേശു ക്രിസ്തു തന്നെ യോർദാൻ നദിയിൽ യോഹന്നാൻ സ്നാപകൻ്റെ കീഴിൽ സ്നാനപ്പെട്ടു. അതുകൊണ്ട് നമ്മളാരും യേശു ക്രിസ്തുവിനെ കാട്ടി വലിയവരല്ലല്ലോ. യേശു ക്രിസ്തു ചെയ്ത ഒരു കാര്യം നമുക്ക് ചെയ്യണ്ടേ? യേശുവിൻ്റെ പിൻഗാമികളെന്ന് പറയുന്നെങ്കിൽ നമ്മളുടെ ബിലീഫ് അനുസരിച്ച് നമ്മൾ ക്രിസ്ത്യാനികളായി യേശുവിനെ സ്വീകരിച്ച് സ്വന്തം രക്ഷിതാവാണെന്ന് നമ്മൾ പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്നാനപ്പെടുക എന്നുള്ളത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ, ദൈവനാമത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങൾ പോയി കഴിഞ്ഞ് ഇവിടുന്ന് ചെന്നാൽ സ്നാനപ്പെടുവാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യണമേ എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിപ്പിക്കുന്നു. സ്നാനപ്പെട്ട് മാത്രമല്ല, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തി നമ്മളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. നമ്മൾ നടക്കുമ്പോൾ, പഠിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ സദാസമയവും നിന്നോട് കൂടെ ഇരിക്കുവാൻ വേണ്ടി അയച്ചേക്കുന്ന ഒരു വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. അതാണ് നമ്മളുടെ ബിലീഫ്. ഈ ബിലീഫിനനുസരിച്ച്, ഈ വിശ്വാസത്തിനനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ആരാധിക്കുവാൻ സാധിക്കുകയുള്ളൂ. എത്ര പേർക്ക് മനസ്സിലായി? ഒരു വ്യക്തിക്ക് ആരാധിക്കണമെങ്കിൽ നമ്മളുടെ ബിലീഫ്, നമ്മുടെ വിശ്വാസം, നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന വിശ്വാസം അനുസരിച്ച് നമ്മൾ ജീവിക്കണം. അങ്ങനെയാണെങ്കിൽ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ ശരിയായി ദൈവത്തെ ആരാധിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലായോ? വീട്ടിൽ ചെന്നിട്ട് പറയുമോ സ്നാനപ്പെടുന്ന കാര്യത്തെക്കുറിച്ച്? അതിനുവേണ്ടി അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുമോ? ഓക്കെ. ഈ വിശ്വാസം അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ നമുക്ക് ശരിയായി ആരാധിക്കുവാൻ കഴിയുള്ളൂ. ഈ ആരാധനയ്ക്ക് നമ്മളെ സഹായിക്കുന്ന മറ്റു പല ഘടകങ്ങളുണ്ട്. ഒരു വ്യക്തിയോട് നമ്മൾ അനുകമ്പയുള്ളവരായിരിക്കണം. കമ്പാഷൻ ഈസ് ആൻ ആക്ഷൻ വേർഡ്. എനിക്കിപ്പം ഒരു ഞാൻ അങ്ങോട്ട് ഇറങ്ങുന്ന ഉടനെ ഒരു കുഞ്ഞ് അവിടെ വീണു അവിടെ കിടക്കുക, എഴുന്നേറ്റ് വാ എന്ന് പറഞ്ഞ് ഞാൻ പോകുമല്ല. ഞാൻ എന്ത് ചെയ്യണം? ചെന്നാൽ കുഞ്ഞിനെ എടുക്കണം, കയ്യെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് നിർത്തി നോക്കണം. അവൻ്റെ കൈ ഒടിഞ്ഞിട്ടുണ്ടോ, കാലൊടിഞ്ഞിട്ടുണ്ടോ, മുറിഞ്ഞിട്ടുണ്ടോ, ഇത് നോക്കുന്ന ഒരു ആക്ഷൻ വേർഡാണ് കമ്പാഷൻ. അല്ലാതെ കൊണ്ട് ഞാൻ കണ്ടു, എഴുന്നേറ്റ് വാ എന്ന് പറഞ്ഞ് ഒരുത്തരുടെ ആവശ്യത്തിൽ അവരെ കണ്ട് സഹായിക്കുന്ന ആക്ഷൻ വേർഡാണ് അനുകമ്പ. അപ്പോൾ നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരെങ്കിൽ നമുക്ക് എന്തു വേണം? അനുകമ്പയുള്ളവർ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ വാക്ക് കമ്പാഷൻ? അറിയാമോ? കേട്ടിട്ടുണ്ടോ? ഇല്ല. കമ്പാഷൻ അതായത് അനുകമ്പയുള്ളവരായിരിക്കണം. അടുത്തതായിട്ട് നമ്മൾ അനുസരിക്കുന്നവരായിരിക്കണം. നമ്മൾ ആരൊക്കെ അനുസരിക്കണം? ആദ്യം നമ്മൾ ദൈവത്തെ അനുസരിക്കണം. ദൈവത്തെ അനുസരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ആരാധിക്കാൻ കഴിയുകയുള്ളൂ. ശമൂവേലിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുണ്ട്. നിങ്ങൾ ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയാൻ പോകുന്നില്ല. അനുസരണം ബലിയേക്കാൾ നല്ലത്, അല്ലേ? അങ്ങനെയാണെങ്കിൽ ദൈവത്തെ അനുസരിക്കണം, മാതാപിതാക്കളെ അനുസരിക്കണം. നിങ്ങളുടെ സൺഡേ സ്കൂൾ നിങ്ങളെ പ്രബോധിപ്പിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരെ ഓർത്ത് അവരുടെ വേല നിമിത്തം
ഏറ്റവും അവരെ സ്നേഹത്തോടെ കരുതണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സ്, നിങ്ങളുടെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സ്, പാസ്റ്റേഴ്സ്, നിങ്ങളുടെ ആത്മീയ ഗുരുക്കന്മാരെ, ആത്മീയ തലത്തിൽ നിങ്ങളെ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന എല്ലാവരെയും ബഹുമാനിക്കണം. പിന്നെ നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സ് ബഹുമാനിക്കണ്ടേ? അവരെ അനുസരിക്കണ്ടേ? അവരെ അനുസരിക്കണം. അപ്പോൾ അനുസരിക്കുക എന്നുള്ളത് നമുക്ക് ആരാധനയ്ക്ക് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഒരു വാക്കുപോലും ഞാൻ ഇംഗ്ലീഷ് പറയാതെ മലയാളം പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് കഴിയുന്നിടത്തോളം. പിന്നെ എല്ലാവരെയും നമ്മൾ ബഹുമാനിക്കണം. ആരെയൊക്കെ ബഹുമാനിക്കണം? ദൈവത്തെ ബഹുമാനിക്കണം, മാതാപിതാക്കളെ ബഹുമാനിക്കണം, ടീച്ചേഴ്സിനെ ബഹുമാനിക്കണം, സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നവരെ, സഭയിലുള്ളവരെ, പാസ്റ്റേഴ്സിനെ, എല്ലാവരെയും നമ്മൾ ബഹുമാനിക്കാൻ പഠിക്കണം. അടുത്തതായിട്ട് നന്ദിയുള്ളവരായിരിക്കണം. ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി. ഇത് നമുക്ക് എത്ര പറഞ്ഞാലും 1 മണിക്കൂറല്ല 2 മണിക്കൂർ പ്രസംഗിച്ചാലും തീരാത്തൊരു വിഷയമാണ്. എല്ലാത്തിനും നന്ദിയുള്ളവരായിരിക്കുക. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, നമ്മൾ കുടിക്കുന്ന വെള്ളം, നമുക്ക് ആർക്കെങ്കിലും വെള്ളത്തിന് വില കൊടുക്കാൻ നോക്കുമോ? ആരാ നമുക്ക് തന്നത്? നന്ദി അപ്പച്ച, നന്ദി. വെള്ളം, വായു, നന്ദി. ദൈവത്തിന് നന്ദി. എപ്പോഴും ദൈവത്തിന് നന്ദി പറയുന്നതിൻ്റെ വേറൊരു പദമാണ് താങ്ക്ഫുൾനെസ്. ദൈവത്തോട് താങ്ക്ഫുൾനെസ്, മറ്റുള്ളവരോട് നമ്മൾ പറയുന്ന നന്ദിക്ക് ആ പ്രത്യേകമായി ഉപയോഗിക്കുന്ന പദമാണ് താങ്ക്ഫുൾനെസ് ടു ഗോഡ്. എന്ത് കാര്യത്തിനും നന്ദിയുള്ള ഹൃദയമുള്ളവരായിരിക്കണം. ആ നന്ദി പ്രകടിപ്പിക്കുന്നത് ഇറ്റ് ഈസ് എൻ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗോഡ്ലിനെസ്. നന്ദിയുള്ള സ്വഭാവം ദൈവിക സ്വഭാവം. ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് എ ഗോഡ്ലി ആറ്റിറ്റ്യൂഡ്. എഴുതാവുന്നവർ എഴുതിക്കോ. ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് എ ഗോഡ്ലി ആറ്റിറ്റ്യൂഡ്. നന്ദി ഉള്ള സ്വഭാവം ദൈവിക സ്വഭാവത്തിൻ്റെ ഒരു പ്രതീകമാണ്. അതുകൊണ്ട് നന്ദിയുള്ളവരെ, പേരൻസിനോട്, ദൈവത്തോട് നന്ദിയുള്ളവരെ, പേരൻസിനോട് നന്ദിയുള്ളവരെ, ടീച്ചേഴ്സിനോട് നന്ദിയുള്ളവരെ, മറ്റ് സഹായിക്കുന്നവരെ, ആരെന്ത് നിസ്സാര കാര്യം, ഇപ്പം താഴെ പോയി ഒരു പേപ്പർ എടുത്തു കൊടുത്താലും ഉടനെ നമ്മൾ എന്ത് പറയണം? താങ്ക് യു. നമ്മളത് ജീവിതത്തിൽ അതൊരു പാഠമാക്കണം. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരു വലിയ സ്വഭാവം ഞാൻ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ഞാനത് എടുത്തെടുത്ത് പറയുന്നതിൻ്റെ ഉദ്ദേശം, നിങ്ങൾ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ ഈ സ്വഭാവമുള്ളവരായിരിക്കണം. അമ്മ ഒരു ചോറ് വിളമ്പി തന്നാൽ താങ്ക് യു, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒരു സാധനം നിങ്ങൾക്ക് തന്നു, അല്ലെ ഒരു ഉടുപ്പ് വാങ്ങിച്ചു തന്നു, അല്ലെ ഒരു പെൻസിൽ വാങ്ങിച്ചു തന്നു, ഒരു നിസ്സാര കാര്യം മുതൽ വലിയ കാര്യം വരെ ആര് തന്നാലും താങ്ക് യു, താങ്ക് യു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് എ ഗോഡ്ലി ആറ്റിറ്റ്യൂഡ്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഓണസ്റ്റി, സത്യസന്ധത. കള്ളം പറയരുത്. നമ്മുടെ വാക്ക് ഉവ്വ് എന്ന് പറഞ്ഞാൽ ഉവ്വ് എന്നായിരിക്കണം. ഒരു കാരണവശാലും അല്പനേരത്തേക്കുള്ള ആ ഒരു രക്ഷപ്പെടലിന് വേണ്ടി കള്ളം പറയരുത്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ കുഞ്ഞായിരിക്കുമ്പം ഒരു ഗ്ലാസ് എൻ്റെ കയ്യിൽ നിന്ന് വീട്ടിൽ പൊട്ടിക്കഴിഞ്ഞ് വൈകിട്ട് എൻ്റെ ഫാദറും മദറും കൂടെ പോയി വന്നപ്പോൾ ഞാൻ ഗേറ്റിൻ്റെ അവിടം വരെ ഓടിച്ചെന്നു. അപ്പോൾ എൻ്റെ സിസ്റ്റേഴ്സ് പറഞ്ഞു, സോപ്പിടാൻ പോവുക ഗ്ലാസ് പൊട്ടിച്ചതിന് അടികൊള്ളായിരിക്കാൻ. നോ, ഞാൻ അവിടം വരെ ഓടിപ്പോയത് എന്തിനാ? അവിടെ ചെന്ന് എൻ്റെ കുറ്റം അങ്ങ് പറയാൻ. എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഗ്ലാസ് വീണു, പൊട്ടിച്ചു എന്ന് പറഞ്ഞ് അത് കണ്ടുപിടിച്ച് അടി വാങ്ങിക്കുന്നതിനെക്കാട്ടി നല്ലത് അത് നേരത്തെ ചെന്ന് പറഞ്ഞുകൊണ്ട്, സാരമില്ല മോനെ, അപ്പച്ച വാങ്ങിച്ചോളാം, വേറെ ഗ്ലാസ് വാങ്ങിച്ചോളാം. അടി കൊണ്ടെന്ന് മാത്രമല്ല, കള്ളം പറയണ്ട, പാത്ത് വെക്കണ്ട, മറഞ്ഞിരിക്കണ്ട, ഒന്നും ചെയ്യണ്ട. പറഞ്ഞത് മനസ്സിലായോ? സത്യസന്ധത. ഒരു കാരണവശാലും കള്ളം പറയല്ലേ. ദൈവമക്കൾക്ക് കള്ളം പറയുവാൻ അവകാശമില്ല. ഒരു കാരണവശാലും കള്ളം പറയരുത്. ദൈവം ക്ഷമിക്കത്തില്ല നമ്മളോട്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ കള്ളം പറയുന്ന സ്വഭാവമുണ്ടെങ്കിൽ ഇന്ന് ദൈവനാമത്തിൽ അത് മാറ്റിവെക്കുവാൻ ഞാൻ ഞങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. കള്ളം പറയുന്നവനെ ദൈവം അനുഗ്രഹിക്കത്തില്ല. അതുകൊണ്ട് കള്ളം പറയരുത്. സത്യസന്ധമായിട്ട് ജീവിക്കുക. അതിഥി സൽക്കാരം. വീട്ടിൽ ആര് വന്നാലും അവരോട്, ആൻറ്റിയോ അല്ലെ അങ്കിൾ വന്നാട്ടെ അങ്കിള്, വന്നാണ് ആൻറ്റി, ഇരുന്നാട്ടെ, കുടിക്കാൻ എന്തെങ്കിലും ഞാൻ എടുക്കട്ടെ. അല്ലാതെ ആരെങ്കിലും വീട്ടിലോട്ട് വരുന്ന ഉടനെ, അവരെ കാണുന്ന ഉടനെ ഓടിപ്പോയി മുഖം മറച്ച് കുനിഞ്ഞ് പോയി അവരുടെ മുറി പോവുക. ഇതല്ല നമ്മളുടെ ചെയ്യേണ്ടതായ സ്വഭാവം. നിങ്ങളെപ്പോഴും അതിഥി സൽക്കാരമുള്ളവരായിരിക്കണം.
അതിഥികളെ സൽക്കരിക്കുന്നതിനാൽ നിങ്ങൾ ദൈവത്തെ സൽക്കരിക്കുന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ വീട്ടിലാരെങ്കിലും വരുമ്പം നിങ്ങൾ ഓടിപ്പോവുകയല്ല, അവരെ സ്നേഹത്തോടെ സൽക്കരിച്ച് വീട്ടിലിരുത്തുക എന്നുള്ളത് നിങ്ങളുടെ സ്വഭാവം, വളർത്തിക്കൊണ്ട് വരേണ്ട ഒരു സ്വഭാവം. അടുത്തതായിട്ട് ദരിദ്രരെ സഹായിക്കുക. നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലും നിങ്ങൾ ഒരു ദരിദ്രരെ കണ്ടാൽ അവരെ സഹായിക്കുക എന്നുള്ളത് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വമാണ്. ഒരു ദരിദ്രനെ കണ്ട് സഹായിക്കാതെ ഞാൻ കണ്ടില്ല എന്ന് നടിച്ച് പോയി പള്ളിക്കകത്ത് പോയി പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. ഒരു ദരിദ്രനെ കണ്ടാൽ അവനെ സഹായിക്കും. സഹായിക്കാൻ നമ്മുടെ കഴിവനുസരിച്ച്. നയീനിലെ വിധവ 2 കാശിട്ടത് മറ്റുള്ളവരിട്ടതിനെക്കാട്ടിലെല്ലാം വലിയ സമ്മാനമായില്ലേ? എന്തുകൊണ്ടാണ്? അവൾക്കുള്ളത് അവളുടെ കഴിവിനനുസരിച്ച് അവൾ കൊടുത്തു. അതുകൊണ്ട് കുഞ്ഞുങ്ങളായിരിക്കുന്ന നിങ്ങൾക്ക് ഒത്തിരി ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അല്പമായിട്ട് കുറച്ച് നിങ്ങൾക്ക് ഇപ്പം പേരൻസിനോട് നിങ്ങൾ വഴക്കുണ്ടാക്കുക, എനിക്ക് നൈക്കിയുടെ ഒരു ഷൂസ് വേണം, അല്ലെ എനിക്ക് ഇന്ന ബ്രാൻഡിൻ്റെ ഒരു ഷർട്ട് വേണം, ഉടുപ്പ് വേണമെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി കരഞ്ഞ് വീട്ടിൽ അതിനെക്കുറിച്ചൊരു വിപ്ലവം ഉണ്ടാക്കാതെ, അമ്മേ എനിക്കിന്ന് വാങ്ങിക്കാൻ പോകുന്ന ഉടുപ്പേ എനിക്കൊരു നല്ലൊരു കോട്ടൻ്റെ ഉടുപ്പ് മതി, ബാക്കി പൈസ നമ്മുടെ അടുത്ത് താമസിക്കുന്ന ആ ഷേർലിയുടെ കുഞ്ഞ് അവൾ സ്കൂളിൽ പോകുമ്പോൾ ഒരു തുണി കീറി ഉടുപ്പിട്ടുണ്ടാണ് പോകുന്നത്, അവക്കങ്ങ് വാങ്ങിച്ചു കൊടുക്കാം നമുക്ക് കേട്ടോ എന്ന് നിങ്ങൾ പോയി പറയുകയാണെങ്കിൽ ഈ ക്യാമ്പിന് വന്നതുകൊണ്ട് നിങ്ങൾക്ക് അല്പ പ്രയോജനമുണ്ടായി. കുഞ്ഞുങ്ങളെ, പറഞ്ഞത് മനസ്സിലായോ? ഞാൻ ഉദാഹരണ സഹിതം പറഞ്ഞ എന്താണെന്നർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാനത് പറഞ്ഞത്. നമ്മളൊരു ബ്രാൻഡഡ് ഒരു ഷർട്ട് വിട്ട് ഒരു വലിയൊരു ഷൂസും ഇട്ടുകൊണ്ട് വലിയ ആളായിട്ട് നടക്കുന്നു. അടുത്ത നമ്മുടെ കൂടെ പോകുന്ന കുഞ്ഞ് ഒരു കീറിയ തുണിയിട്ട് അല്ലെ ഒരു ഉടുപ്പിടാതെ ഇല്ലെ സ്കൂളിൽ പോകാതെ സ്കൂൾ ബാഗില്ലാതെ മഴയത്ത് നനഞ്ഞു പോകുന്നത്, അവർ പോകുമ്പോൾ നിൻ്റെ നൈക്കിയുടെ പാൻറ്റോ ഷർട്ടോ ഷൂസിനോ യാതൊരു വിലയുമില്ല. നിൻ്റെ ദേഹം പറയാൻ നീ ഒരു തുണിയിട്ട ബാക്കി കാശുകൊണ്ട് അടുത്തുള്ള പാവപ്പെട്ടവരുടെ കുഞ്ഞുങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക, അവർക്ക് സ്കൂളിൽ പോകുവാൻ ആവശ്യമായ സപ്ലൈസ് അത് നിങ്ങൾ പറയണം. എൻ്റെ അമ്മ എന്നെ അത് പഠിപ്പിച്ചത് കൊണ്ട് ഏത് വഴിയൂടെ പോകുന്ന പാവപ്പെട്ട ഉടുപ്പില്ലാതെ കണ്ടു പോകുന്ന കൊച്ചു കുഞ്ഞുങ്ങളെ, പ്രത്യേകിച്ച് പെൺകുഞ്ഞുങ്ങളെ കാണുമ്പം ഞാൻ എൻ്റെ ഉടുപ്പെടുത്തോണ്ട് വന്ന് ഞാൻ എൻ്റെ അമ്മച്ചിയെ കാണിക്കും, ഇത് ഞാൻ കൊടുക്കട്ടെ, അമ്മച്ചി പറയാൻ കൊടുക്കാൻ, ഞാനൊരു പേപ്പറിനകത്ത് പൊതിഞ്ഞ് ഞാൻ അവൾക്ക് കൊണ്ടു കൊടുക്കുക, എനിക്കൊരു 100 ഉമ്മയും കിട്ടും, ആ കുഞ്ഞും സന്തോഷമായിട്ട് പോയി. പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? നമ്മൾ പെൺകുഞ്ഞുങ്ങൾ പ്രത്യേകിച്ച് വേറൊരുവൻ്റെ കുഞ്ഞുങ്ങളുടെ ആവശ്യം അറിഞ്ഞ് നമ്മുടെ ആവശ്യം മാറ്റിവെച്ചിട്ടാണെങ്കിൽ പോലും അവരെ സഹായിക്കാൻ സന്നദ്ധതയുള്ളവരായിരിക്കണം. ദരിദ്രരെ സഹായിക്കുക. ഇങ്ങനെ എൻ്റെ സമയം ഇവിടെ തീരുന്നത് കൊണ്ട് ഞാൻ പ്രത്യേകമായിട്ട് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഒറ്റ വാക്കിൽ യഥാർത്ഥമായ ആത്മീയ ആരാധന, ഇത് നിങ്ങൾക്ക് എഴുതിയെടുക്കണമെങ്കിൽ എഴുതിയെടുക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക, മനസ്സിലാകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എഴുതിയെടുക്കുക. യഥാർത്ഥ ആത്മീയ ആരാധന സത്യമറിയുകയും അവനെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു പുനർജന്മം പ്രാപിച്ച ആത്മാവ്. സത്യമറിയുകയും അവനെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു പുനർജന്മം പ്രാപിച്ച ആത്മാവ് സത്യദൈവത്തിന് അർപ്പിക്കുന്ന അനുസരണം, സ്തുതി, ബഹുമാനം, ആരാധന, കൃതജ്ഞത ഇവയുടെ പ്രകടനമാണ് യഥാർത്ഥ ആരാധന. ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറയാം എഴുതുന്നവർക്ക് വേണ്ടി. സത്യമറിയുകയും അവനെ സ്നേഹിക്കുകയും ചെയ്യുന്ന പുനർജന്മം പ്രാപിച്ച് ആത്മാവ് സത്യദൈവത്തിന് അർപ്പിക്കുന്ന അനുസരണം, സ്തുതി, ബഹുമാനം, ആരാധന, കൃതജ്ഞത എന്നിവയുടെ പ്രകടനമാണ്. ഈ പ്രകടനങ്ങൾ ഇല്ലാതെ, ദൈവത്തിന് കൊടുക്കാതെ, ദൈവത്തെ സ്നേഹിക്കാതെ, ദൈവത്തെ അനുസരിക്കാതെ നമുക്ക് ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെച്ച് വീട്ടിൽ പോയി ക്യാമ്പ് കഴിഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കുവാൻ ശ്രമിക്കുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇങ്ങനെ ഒരു അവസരം തന്ന കർത്താവിൻ്റെ ദാസിക്ക്, സംഘാടകർക്ക് നന്ദി. താങ്ക് യു. ഗോഡ് ബ്ലസ് യു ഓൾ.
ദൈവത്തിന് മഹത്വം. ആരോഗ്യം ആരാധന എന്ന വിഷയത്തെ ആസ്പദമാക്കി നമ്മളോട് സംസാരിച്ച പ്രിയ ആൻറ്റിക്ക് ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. ദൈവം കുടുംബമായി നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വളരെ ലളിതമായി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തുവല്ലോ. ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള സമയം ഫയർ ആൻഡ് വർഷിപ്പ് എന്ന വിഷയത്തെ ആസ്പദമാക്കി നമ്മുടെ സൂപ്രണ്ടായിരുന്ന റവറൻ ടി ജെ സമൽ സാറാണ് നമ്മോട് വീണ്ടും ദൈവവചനത്തിൽ സംസാരിക്കാൻ തയ്യാറാകുന്നത്. നമ്മൾ ഈ ക്യാമ്പിൻ്റെ പ്രാരംഭ സമയം മുതൽ ആരാധന എന്ന വിഷയത്തെക്കുറിച്ച് വളരെ ആധികാരികമായി നമ്മോട് ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുങ്ങളെല്ലാം വളരെ ഭംഗിയായി ഡയറികളിലൊക്കെ എഴുതി വെക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഏറെ പ്രയോജനകരമാകുമെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. വളരെ അടുക്കും ചിട്ടയായിട്ട് ആരാധന, എന്താണ് ആരാധന, അതുപോലെ പഴയ നിയമ യാഗത്തോട് സമമാക്കി അതിനെക്കുറിച്ച് സംസാരിച്ചു. അതുപോലെ നമ്മുടെ ആരാധനയിൽ ദൈവം പ്രസാദിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാം, അതുപോലെ ആരാധനാലയത്തെക്കുറിച്ച്, അകത്തളത്തിലെ സാധനങ്ങളെക്കുറിച്ച്, പ്രാകാരം, വിശുദ്ധ മതിപരിശുദ്ധ സ്ഥലം, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആലയം എന്താണ്, അത് നാമാണെന്ന്, അങ്ങനെ വളരെ ചിട്ടയായിട്ട് ക്ലാസ്സുകൾ നമുക്ക് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ക്ലാസ്സുകൾ നമുക്കേറെ പ്രയോജനകരമാകട്ടെ. ഈ ക്യാമ്പിലൂടെ ലഭ്യമാകുന്ന ആരാധനയുടെ ക്ലാസ് നിശ്ചയമായിട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹമാകുമെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. തുടർന്ന് നമുക്ക് വീണ്ടും കർത്തദാസൻ്റെ ആ വിലപ്പെട്ട ക്ലാസ്സുകൾ നമുക്ക് കേൾക്കാം. അതിനുവേണ്ടി വളരെ പ്രാർത്ഥനയോടും വളരെ ശ്രദ്ധാപൂർവം നിങ്ങൾ ദൈവപാദപീഠത്തിലായിരിക്കുക. പ്രിയ ദൈവദാസനെ നമുക്ക് കരങ്ങളെ തട്ടി വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യാം. തരാത്ത ഒരു വകയും നമ്മുടെ കയ്യിൽ ഇല്ല. അപ്പം അതിന് നന്ദി പറയുന്ന വല്ലപ്പോഴും ഒരിക്കൽ പറഞ്ഞാൽ മതിയോ? പ്രാണമായി ശ്വസിക്കുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം ശ്വസിക്കുമ്പോഴെല്ലാം വാസ്തവത്തിൽ ഒരു നന്ദി പറയുന്നു. അതല്ലേ ശരി? അല്ല, ഞായറാഴ്ച ഒരു ദിവസം വന്ന് കർത്താവ് ഈ ഒരാഴ്ച തന്ന വായുവിനായി സ്തോത്രം എന്ന് പറഞ്ഞാൽ മാത്രം ശരിയാവുമോ? ചിന്തിച്ചു വന്നു. അപ്പോൾ എല്ലാത്തിനും നന്ദി പറയും. അതാണ് ഒന്നാമത്തെ മുറി. രണ്ടാമത്തെ മുറി, അടുത്ത മുറി പോകാൻ. അടുത്ത മുറി ഏതാണ്? പഴയ സ്ഥലം. നമ്മളെന്താ ഇതിങ്ങനെ പറയാൻ കാരണം? നമ്മളെന്തോ പുതിയ സൂത്രം ഉണ്ടാക്കുകയാണ്. ഏതാണ് നമ്മൾ എടുത്ത വാക്യം? ഏതാണെന്ന് ഓർമ്മയുണ്ടോ? അടിസ്ഥാനമായിട്ട് എടുത്ത വാക്യം എബ്രായ ലേഖനം 9-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യം. അന്ന് അങ്ങനൊരു ദേവാലയം ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനൊരു ദേവാലയം ഇല്ല. ഇന്നത്തെ ദേവാലയം നമ്മുടെ ദേവാലയമാണ്. നമ്മളെല്ലാവരും കൂടെ കൂടി വരുന്ന സഭയും ദേവാലയമാണ്. അന്ന് ദൈവത്തെ ആരാധിച്ചു, ഇന്നും ദൈവത്തെ ആരാധിക്കണം. പക്ഷെ ആ ദേവാലയത്തിന് പകരം ഇപ്പോൾ ഒരു ദേവാലയം ഉണ്ടായി. ആ ആലയത്തിൽ ആരാധനയ്ക്ക് ചട്ടങ്ങളുണ്ടായിരുന്നു. കൃത്യമായിട്ട് എഴുതി തയ്യാറാക്കി കൊടുത്ത ചട്ടം ഉണ്ടായിരുന്നു. ആ ചട്ടം 9-ാം വാക്യം ഇക്കാലത്തേക്കൊരു ഈ കൂടാരം ഇക്കാലത്തേക്കൊരു സാദൃശ്യമാണ്. അത് നോക്കി നമ്മൾ പാഠം പഠിക്കണം. അതെന്ത് പറഞ്ഞു എന്ന അർത്ഥം നമ്മൾ നോക്കണം. ഒന്നുകൂടെ പറയുന്നു, അന്നത്തെ ദേവാലയം ഇന്ന് ഇല്ല. ദൈവം അത് നിർത്തലാക്കി. യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചതോടെ ദൈവം ആ സമ്പ്രദായം നിർത്തലാക്കിയത് ദൈവം ഒറിജിനലി ഉദ്ദേശിച്ച കാര്യം സാധിക്കാൻ വേണ്ടിയാണ്. ദൈവം ശരിക്കും പഠിപ്പിക്കാൻ ആഗ്രഹിച്ചത് നമ്മളെയെല്ലാം ദേവാലയം ആക്കണമെന്നാണ് ദൈവം ആഗ്രഹിച്ചത്, പഠിപ്പിക്കാൻ ഉദ്ദേശിച്ച്. പക്ഷെ അത് അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. അതിനുവേണ്ടി ഇങ്ങനെ ദേവാലയം ഉണ്ടാക്കി, അതിന് വിശുദ്ധമായിട്ട് സൂക്ഷിച്ച് അതിന് സംവിധാനങ്ങളുണ്ടാക്കി എല്ലാം പറഞ്ഞു വരുമ്പോൾ നമ്മളെങ്ങനെ നമ്മളെ തന്നെ സൂക്ഷിക്കണമെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിനു വേണ്ടി ഉണ്ടാക്കി പാടാണ്. അപ്പോൾ രണ്ടാമത്തെ മുറി വിശുദ്ധ സ്ഥലം. വിശുദ്ധ സ്ഥലത്തിൽ നമ്മളീ പറഞ്ഞ ഈ 3 സ്ഥലത്തും ഏതൊക്കെയാണ്? ആകാരം, വിശുദ്ധസ്ഥലം. ഈ 3 തീ ഉണ്ടെന്ന് പറയാം. തീ, ഇന്നലെ നമ്മൾ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ. തീ എന്താണ്? തീ സൂചിപ്പിക്കുന്നത് ദൈവസാന്നിധ്യം, ദൈവത്തിൻ്റെ അംഗീകാരം, അവിടുത്തെ പരിശുദ്ധാത്മാവ്. 3 കാര്യമാണ്: ദൈവസാന്നിധ്യം, ദൈവത്തിൻ്റെ അംഗീകാരം, പരിശുദ്ധാത്മാവ്. ഈ 3 സ്ഥലത്തും തീയുണ്ട്. പ്രാകാരത്തിൽ തീയുണ്ട്. എവിടെയാണ് തീ? യാഗപീഠത്തിൽ. ആ തീ, ഒറിജിനൽ തീ എവിടുന്ന് വന്നതാണ്?
പ്രാകാരത്തിലെ ഒറിജിനൽ തീ എവിടെ നിന്ന് വന്നാണ്? ദൈവത്തിൽ നിന്ന് വന്നാണ്. ആദ്യത്തെ യാഗം കഴിഞ്ഞപ്പോൾ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി വന്ന് യാഗം ദഹിപ്പിച്ചു. അപ്പം അവരാരും ഉണ്ടാക്കിയ തീ അല്ലത്, മനുഷ്യർ കത്തിച്ച തീ അല്ല, ദൈവം കത്തിച്ച തീ. പിന്നെ അത് കെട്ടുപോകാതെ സൂക്ഷിക്കണമെന്ന് ദൈവം നിയമം വെച്ചു. എപ്പോഴും യാഗം കഴിച്ചുകൊണ്ടേയിരിക്കണം, അങ്ങനെ തീ കത്തിക്കൊണ്ടേ ഇരിക്കണം. അത് തുറസായ സ്ഥലമാണെന്ന് ഓർക്കണം. മഴ പെയ്താലും ഈ തീ കെടാതെ സൂക്ഷിക്കണം. കാറ്റടിക്കും, മരുഭൂമിയൊക്കെയാണ്, ഇത് സഞ്ചരിച്ചൊരു കാലമുണ്ട്. അപ്പം മേക്കൂരയില്ലാത്ത സ്ഥലമാണ്, കാറ്റടിച്ചു വന്നാലും തീ കെടാൻ പാടില്ല. അനുകൂല സാഹചര്യത്തിലും പ്രതികൂല സാഹചര്യത്തിലും ഈ തീ കെട്ടുപോകാൻ പാടില്ല. അപ്പം ദൈവസാന്നിധ്യത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്, നമ്മളെല്ലാം പറഞ്ഞല്ലേ. അപ്പം ദൈവസാന്നിധ്യം ഒരു സമയത്തും ഇല്ലാത്തൊരു ജീവിതം ഉണ്ടാവാൻ പാടില്ല. ആരാണ് ദേവാലയം? നമ്മൾ. അപ്പം നമ്മളിൽ ദൈവസാന്നിധ്യം ഇല്ലാത്ത ഒരു സെക്കൻഡ് പോലും ഉണ്ടാവാൻ പാടില്ല. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് പോയി തെറ്റ് ചെയ്ത് പറഞ്ഞ പോലെ കള്ളം പറഞ്ഞ് അങ്ങനെ ഓരോരോ കുഴപ്പം കാണിച്ച് ജീവിക്കാൻ നമുക്ക് അവകാശം ഇല്ല. കാരണം നമ്മളാരാണ്? ദേവാലയം. അവിടെ അപ്പോൾ രണ്ടാമത്തെ മുറിയിലേക്ക് നമ്മൾ പോവാണ്. രണ്ടാമത്തെ മുറിയിൽ വെച്ചിരിക്കുന്ന തീയുള്ള സ്ഥലം ഏതാണ്? രണ്ടാമത്തെ മുറിയിൽ തീയുള്ളൊരു സ്ഥലം എന്താണ്? ധൂപപീഠം കൊടുക്കും. ഇതാണ് രണ്ടാമത്തെ മുറിയിൽ തീയുള്ള സ്ഥലം. എന്താണ്? ബാറ്ററി എടുത്ത് മാറ്റിയാണോ? ഓക്കെ. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ പേരെന്താണ്? ധൂപപീഠം. ധൂപപീഠം എന്താണ് ഞാൻ രാവിലെ പറഞ്ഞ ഓർമ്മയുണ്ടോ? അപ്പോൾ അതിനകത്ത് ധൂപവർഗം ഇടും. ധൂപവർഗം വെച്ചാൽ പ്രത്യേക സുഗന്ധദ്രവ്യങ്ങളിട്ട് തയ്യാറാക്കിയ ഒരു സാധനമാണ്, ഒരുതരം പൊടി. അപ്പം അത് ഇതിനകത്ത് കൊണ്ടുവന്നിട്ട് ഇതിനകത്ത് തീ ഇടണം. പക്ഷെ ഈ തീ ലേവ്യ പുസ്തകം 16 അധ്യായം 12 വാക്യം. ലേവ്യ പുസ്തകം 16 അധ്യായം 12 വാക്യം. അവൻ യഹോവയുടെ സന്നിധിയിൽ യാഗപീഠത്തിന്മേലുള്ള തീക്കനൽ ഒരു കലശത്തിൽ നിറച്ച് സൗരഭ്യമുള്ള ധൂപവർഗ ചൂർണം കൈനിറയെ എടുത്ത് തിരശീലയ്ക്കകത്ത് കൊണ്ടുവരേണം. ധൂപകലശം എന്ന് പറഞ്ഞ് വേറൊരു സാധനം നമ്മൾ പറഞ്ഞില്ലേ? ധൂപക്കുറ്റി എന്ന് പറഞ്ഞില്ലേ? എല്ലാവരും ഇവിടെ ഉണ്ടോ? ധൂപക്കുറ്റി, പള്ളിയിൽ ഇങ്ങനെ വീശുന്ന ധൂപക്കുറ്റി. അതുപോലെ ഇതിന് പകരം അവരുണ്ടാക്കിയതാണ് ധൂപക്കുറ്റി. അപ്പം അങ്ങനെ വീശുന്ന ഒരു ധൂപകലശം. അവിടെ പറയുന്ന കാര്യം, ആണ്ടിലൊരിക്കൽ ദൈവം ഇരിക്കുന്ന മുറി ചെല്ലാമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. എല്ലാവർക്കും ചെന്നുകൂടാ, മഹാപുരോഹിതന് മാത്രം പോവാം ആണ്ടിലൊരിക്കൽ. അന്നാണ് ദൈവത്തെ കാണാൻ പറ്റുന്നത്. അന്നേ ദൈവത്തിൻ്റെ മുറി കയറാവും. അപ്പം അങ്ങനെ പോകുന്നതിന് മുമ്പ് ആ മുറി മുഴുവനും ഞാൻ പറഞ്ഞു പുക കൊണ്ട് നിറയ്ക്കണം. കാരണം ഭയങ്കര ദൈവസാന്നിധ്യമാണ്. അങ്ങോട്ട് ഇന്ന് കയറിപ്പോയാൽ മരിച്ചു. അതുകൊണ്ട് ആ ദൈവ തേജസ് കാണാതിരിക്കാൻ വേണ്ടി മുറി മുഴുവൻ പുക കൊണ്ട് നിറയ്ക്കണം. വെറും പുകയൊക്കത്തില്ല, ഈ ധൂപവർഗ ഇട്ട പുക കൊണ്ട് നിറയ്ക്കണം. അങ്ങനെ പുക കൊണ്ട് മൊത്തം അങ്ങ് നിറച്ചിട്ട് വേണം മഹാപുരോഹിതൻ അങ്ങോട്ട് കയറിച്ചെല്ലാൻ. അപ്പം ആ മുറിയിൽ ദൈവം ഇറങ്ങി വരുന്ന മുറിയാണ്. ദൈവം ഇറങ്ങി എന്നെങ്ങനെ അറിയാം എന്ന് നമ്മൾ പറഞ്ഞ ഓർമ്മയുണ്ടോ? അതിൻ്റെ മുകളിൽ ഒരഗ്നി സ്തംഭം, മേഘസ്തംഭം മൂന്നാമത്തെ മുറിയിൽ വന്നിറങ്ങും. അതൊന്ന് നോക്കിയിട്ട് നമുക്ക് പോവാം. അതൊന്നും തന്നെ മറ്റേത് സമാഗമന കൂടാരത്തിലെ ആ മഹത്വം ഇറങ്ങിയിരിക്കുന്നത് ഇതേ കണ്ടില്ലേ? ആ മഹത്വം ഇത് മൂന്നാമത്തെ മുറിയിലാണ് ഇറങ്ങുന്നത്.
അത് മേളിൽ നിന്ന് വന്നിറങ്ങുന്ന ദൈവമഹത്വമാണ്, ദൈവത്തിൻ്റെ തീയാണ്. ദൈവത്തിന് ഭയങ്കര തീയേക്കാൾ ഭയങ്കര മഹത്വമാണ്. അപ്പം അത് ദൈവത്തിൽ നിന്നുള്ള, ഇവിടെയും കണ്ടില്ലേ യാഗപീഠത്തിലെ തീ, അതും ഒറിജിനലി ദൈവത്തിൽ നിന്ന് ഇറങ്ങി വന്നതാണ്. അത് തന്നെയാണ് അവിടെ സൂക്ഷിക്കുന്നത്. മറ്റേ മുറി നമുക്ക് കാണാൻ പറ്റില്ല, ഇത് നടുക്കത്തെ മുറിയാണ്. അവിടെ ഞാൻ പറയുന്നത്, ഈ തീ ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്ന ദിവസം ഒരു ധൂപകലശത്തിൽ തീയിട്ട് പുക ആ മുറി മുഴുവൻ കൊണ്ട് നിറയ്ക്കണം. പക്ഷെ ആ തീ എവിടെ നിന്ന് കൊണ്ടുവരണം? 12-ാം വാക്യം, ആ തീ എവിടെ നിന്നാണ് എടുക്കേണ്ടത്? യാഗപീഠത്തിൽ നിന്ന്. ഇത് ഇവിടുന്ന് വേണം എടുത്തുകൊണ്ട് പോകാൻ. ഈ തീ എവിടെ നിന്ന് വന്നാണ്? ദൈവത്തിൽ നിന്നൊന്നാണ്. അപ്പം ദൈവത്തിൽ നിന്ന് വന്ന തീ എടുത്ത് ധൂപകലശത്തിലിട്ട് ഇങ്ങനെ പുക മേപ്പോട്ടടിക്കുന്നു. അതിൻ്റെ മുകളിൽ ദൈവസാന്നിധ്യം വന്നിറങ്ങി. അതാണ് ചിത്രം. എന്നാൽ ഇവിടെ ധൂപകലശം എന്നത്, ധൂപപീഠം എന്നത് വേറെ ഒന്നാണ്. പക്ഷെ അർത്ഥം രണ്ടും ഒന്നാണ്, അർത്ഥം രണ്ടല്ല. അപ്പം ഇവിടെ സംഭവിക്കുന്ന കാര്യം, ഇങ്ങനെ പുക ദൈവത്തിങ്കിലേക്ക് ഉയരുകയാണ്. സുഗന്ധ പുക ദൈവസന്നിധിയിലേക്ക് പോവുകയാണ്. അർത്ഥം 22-ാം സങ്കീർത്തനം അതിൻ്റെ 3-ാമത്തെ വാക്യം. ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ, നീ പരിശുദ്ധനാകുന്നുവല്ലോ. സംഘത്തിൽ പറഞ്ഞൊരു വാക്യമാണ്. എന്താണ്? ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ, നീ പരിശുദ്ധനാകുന്നുവല്ലോ. സ്തുതി, ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവൻ പറയുന്നതിൻ്റെ അർത്ഥം, ജനം അങ്ങോട്ട് സ്തുതിക്കുമ്പോൾ ദൈവം എൻ്റെ മണ്ടയ്ക്കിറങ്ങി വരുമെന്ന്. അതാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഇസ്രായേലിൻ്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവൻ. അപ്പം അങ്ങനെ സ്തുതിക്കുമ്പോൾ ദൈവം ഇറങ്ങി വരുമെന്ന് ആണ്. അപ്പം 2-ാമത്തെ മുറി സ്തുതിയുടെ മുറിയാണ് എന്ന് പറയാം. ഇനി എൻ്റെ അർത്ഥം എന്താണെന്ന് പറയാൻ പോവാണ്. ഇംഗ്ലീഷിൽ പ്രൈസ്, സ്തുതി, പ്രൈസ് എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം എന്താണ്? സാധാരണ ആ വാക്കിൻ്റെ അർത്ഥം പ്രൈസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു ചൂടൊക്കെ പറ. സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ വാക്കിൻ്റെ ശരി അർത്ഥം എന്താണ്? പുകഴ്ത്തുക, റൈറ്റ്, പുകഴ്ത്തുക, അഭിനന്ദിക്കുക. പ്രൈസ്, പുകഴ്ത്തുക അല്ലെങ്കിൽ അഭിനന്ദിക്കുക എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കുട്ടി ഒരു ചുരിദാർ ഇട്ടുകൊണ്ട് വന്നു. നിങ്ങൾ അയ്യോടി കൊള്ളാം, നന്നായിരിക്കുന്നു, നല്ലത്, നീ എവിടുന്നാ ഇത് വാങ്ങിച്ചേ? അപ്പം എന്താ സംഭവിച്ചത്? ആ ചുരിദാറിൻ്റെ ക്വാളിറ്റിയായി, ഗുണമായിരിക്കാം, നിറമായിരിക്കാം, ചിലപ്പോൾ അതിന് നിർമ്മിതിയായിരിക്കാം, ഇഷ്ടപ്പെട്ടു. അപ്പം അതിനെ നമ്മളൊന്ന് പ്രശംസിക്കുക. അതിന് പറയുന്ന പേരാണ് പ്രൈസ്. ഒരു തുണി അല്ലെ സാരി ആയിരിക്കാം അഭിനന്ദിക്കുന്നു. ചിലപ്പോൾ പറയല്ലേ, സുന്ദരി പെണ്ണ, നല്ല സുന്ദരി. അവിടെ എന്താ സംഭവിച്ചു? ആ ആളിൻ്റെ വ്യക്തിയുടെ സൗന്ദര്യത്തെ നമ്മൾ അഭിനന്ദിക്കുകയാണ്. അതാ പ്രൈസ്. സുന്ദരി, അഭിനന്ദിക്കുന്നു. നല്ല മനുഷ്യൻ. ചില മനുഷ്യരെക്കുറിച്ച് പറയല്ലേ, നല്ല മനുഷ്യൻ. എന്താ സംഭവിക്കുന്നത്? ആ ആളിൻ്റെ സ്വഭാവത്തെ നമ്മൾ അഭിനന്ദിക്കുകയാണ്. അപ്പം ഇതാ ഈ വാക്കിൻ്റെ അർത്ഥം. പ്രൈസ് എന്ന് പറഞ്ഞാൽ പുകഴ്ത്തുക, അഭിനന്ദിക്കുക, പ്രശംസിക്കുക എന്നീ അർത്ഥമാണ്. ആണ്. ഇപ്പം നമുക്ക് ഓരോ യോഗങ്ങളുണ്ട്. ആ യോഗങ്ങളിൽ സ്വാഗത പ്രസംഗമുണ്ട്. കേട്ടില്ലേ? നമ്മുടെ യോഗങ്ങളിൽ പലപ്പോഴും സ്വാഗത പ്രസംഗമില്ലേ? എന്താണ് ഈ സ്വാഗത പ്രസംഗം?
അവർ സ്വാഗതമായതുകൊണ്ടല്ലേ, അവർക്ക് സ്വാഗതം ഉള്ളത് കൊണ്ടല്ലേ അവരവിടെ വന്നത്. അല്ലെ പിന്നെ അവർ വരുമോ? നമ്മൾ ക്ഷണിച്ച ആളുകളാണ് വന്നിരിക്കുന്നത്. ക്ഷണിച്ച ആളുകൾക്ക് സ്വാഗതമുണ്ട്, അതുകൊണ്ട് വന്നതാണ്. പിന്നെന്തിനാണ് ഈ സ്വാഗത പ്രസംഗം? പറയാമോ എന്തിനാണ് സ്വാഗത പ്രസംഗം? സ്വാഗത പ്രസംഗത്തിൽ എന്താ ചെയ്യുന്നത്? വന്നിരിക്കുന്ന അതിഥികളെ നമ്മൾ പരിചയപ്പെടുത്തും. അതല്ലേ സംഭവിക്കും? പരിചയപ്പെടുത്തും എന്ന് പറഞ്ഞാൽ അത് ആരാണ്, അത് എത്ര വലിയ ആളാണ്, എന്ത് സ്ഥാനമുണ്ട്, എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, നേട്ടങ്ങൾ എന്തൊക്കെയാണ്, അദ്ദേഹത്തിൻ്റെ ഗുണഗണങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ പറയാനാണ് സ്വാഗത പ്രസംഗം. നമ്മുടെ ഈ യോഗങ്ങളിൽ അങ്ങനെ വലിയ വിഷയമായിട്ടൊന്നും ആളുകളെ സ്വാഗതം ചെയ്യാറില്ല. ചെയ്യേണ്ടതാണ്. കാരണം ഈ ആളിനെക്കുറിച്ച് പറയുമ്പോൾ ആളാരാണ് എന്ന് പബ്ലിക് എല്ലാം അറിഞ്ഞിരിക്കണമെന്നില്ലല്ലോ, വന്ന ജനമെല്ലാം അറിഞ്ഞിരിക്കണമെന്നില്ലല്ലോ. ചില സമയത്ത് ഞാൻ തന്നെ എഴുന്നേറ്റ് വന്ന ആളുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കാരണം ആ സംസാരിക്കുന്ന ആൾ ആരാണെന്നറിയുന്നതിൻ്റെ വെളിച്ചത്തിലാണ് ആ ദൂത് തന്നെ സ്വീകരിക്കുന്നത്. വലിയ പശ്ചാത്തലമുള്ള ഒരാളാണ്, വലിയ കൂടിയ ഒരാൾ വന്നിരിക്കുന്നതെങ്കിൽ ആ ആളിൻ്റെ വാക്കിന് വില കൂടുതൽ ഉണ്ടാവും. ആളിൻ്റെ വലിപ്പത്തിനനുസരിച്ചാണ് നമ്മൾ ആളുകളെ സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നത്. അപ്പം സ്വാഗത പ്രസംഗത്തിൽ ശരിക്കും ചെയ്യുന്നത് ആളുകളെ അവരാരാണെന്ന് അംഗീകരിച്ച് അതിന് തക്കവണ്ണം നമ്മൾ സ്വീകരിക്കുകയാണ്, അഭിനന്ദിക്കുകയാണ്. നല്ല പോലെ ഒരാളെ അഭിനന്ദിച്ചാൽ അവർക്ക് ഇഷ്ടപ്പെടും. നിങ്ങളെ അഭിനന്ദിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? നിങ്ങൾ അങ്ങോട്ട് മൈൻഡ് ചെയ്യാത്തവരിക്കൽ പോകാൻ നിങ്ങൾക്ക് ഇഷ്ടം തോന്നും. നിങ്ങളൊരു വീട്ടിൽ കയറി ചെന്നു, ആരും അത്ര ശ്രദ്ധിക്കുകയില്ല, മൈൻഡ് ചെയ്യില്ല, നിങ്ങൾ പിന്നെ വീട്ടിൽ പോവില്ലല്ലോ. എന്നാൽ ചെന്നാൽ ഇഷ്ടപ്പെട്ട് സ്വീകരിച്ച് സന്തോഷമായി പറഞ്ഞ പോലെ നല്ലപോലെ ചിരിച്ച്, വലിയ സ്നേഹമാണ്, കെട്ടിപ്പിടിച്ചൊരു ഉമ്മയും തന്ന് ഒരു ചായയൊക്കെ തന്ന് നല്ല പോലെ വർത്താനമൊക്കെ പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ പോകാൻ പിന്നെ ഇഷ്ടം തോന്നില്ലേ? നമ്മളെ മൈൻഡ് ചെയ്തെങ്കിലല്ലേ നമ്മൾ പോവുള്ളൂ. മൈൻഡ് ചെയ്യാത്തടത്ത് നമ്മൾ പോവില്ലല്ലോ. തന്നെയല്ല, ചില സ്ഥാനമൊക്കെ ഉള്ളവരാണെങ്കിൽ ആ സ്ഥാനമുള്ളവരെ അവരുടെ സ്ഥാനത്ത് ഇതാക്കണം അംഗീകരിച്ചെങ്കിലല്ലേ അവിടെ പോവുള്ളൂ. അല്ല പിന്നെ തിരിഞ്ഞു നോക്കില്ല. അതാണ് സ്ഥിതി. അപ്പം നമ്മളിപ്പോൾ ആരരിക്കലോട്ടാണ് ചെല്ലുന്നത്? ഭയങ്കര കൂടിയ ദൈവത്തിൻ്റെ ഇക്കലോട്ട്, നമ്മളെ ഉണ്ടാക്കിയ ദൈവത്തിൻ്റെ ഇക്കലോട്ട്, എല്ലാം നമുക്ക് തരുന്ന ദൈവത്തിൻ്റെ ഇക്കലേക്ക്. ആ ദൈവത്തിൻ്റെ ഇക്ക് ചെല്ലുമ്പോൾ ദൈവത്തെ അഭിനന്ദിക്കാൻ സമയമെടുക്കണം, ദൈവത്തെ പ്രശംസിക്കാൻ സമയമെടുക്കണം, ദൈവത്തെ പുകഴ്ത്താൻ സമയമെടുക്കണം. അങ്ങനെ പുകഴ്ത്തിയാൽ ദൈവം പറയും, ദേ എന്നെ ബഹുമാനിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, അവരുടെ വാക്കുകൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, ഞാൻ അവിടോട്ട് പോവാണ്, എനിക്കവരെ ഒന്ന് കാണണം, എനിക്കവരെ ഒന്ന് അനുഗ്രഹിക്കണം. അങ്ങനെ അഭിനന്ദനവും സ്തുതിയും ഉയർന്നാൽ ദൈവം അവിടെ ഇറങ്ങി വരും. അല്ലാതെ ദൈവത്തെ മൈൻഡ് ചെയ്യാത്തൊരിടത്ത് ദൈവം വരില്ല. നമ്മൾ കുറേ പേര് വന്നു, കുറേ പാട്ട് പാടി, കുറേ യോഗം നടത്തി, പിന്നെ ചിലടത്ത് വഴക്കം ഉണ്ടാക്കി, ഇങ്ങനടുത്ത് ദൈവം വരുമോ? വരില്ല. നമ്മുടെ ഒത്തിരി പള്ളിയിലും ദൈവം വരില്ല, നമ്മുടെ പല യോഗത്തിലും ദൈവം വരില്ല. വെളിപ്പാട് പുസ്തകത്തിലെ ഒരു സഭയുടെ കാര്യം അറിയാവോ? ലവോദിക്ക എന്ന് പറഞ്ഞൊരു സഭയുണ്ട്, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ. അവിടെ യേശു വന്നിട്ട് പറയുകയാണ്, എന്നെ അവർക്ക് വേണ്ട. അവർ പറഞ്ഞു, ഞാൻ സമ്പന്നൻ, എനിക്കൊന്നിനും മുട്ടില്ല, ആർക്കൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, എനിക്കതെല്ലാം ചെയ്യാൻ പറ്റും. സഭയ്ക്കകത്ത് വരുന്നത് അവർ കുറേ പേര് വലിയ ആൾ കളിക്കാൻ വരുന്നതാണ്. അവർക്ക് ദൈവത്തെയും വേണ്ട, പ്രത്യേകിച്ച് ദൈവത്തിൽ നിന്നൊന്നും പ്രാപിക്കുകയൊന്നും വേണ്ട, അങ്ങനെ ദൈവത്തിൽ എന്നും കിട്ടുമെന്നും പറഞ്ഞൊന്നും അല്ല വന്നത്. ചുമ്മാ ദൈവത്തിന് വന്നു, പാടി പ്രാർത്ഥിച്ചു, പിന്നെ ഒരാളെ തന്നെ കുറിച്ച് തന്നെ വലിയ പുകച്ചു സാക്ഷ്യമെല്ലാം പറഞ്ഞു. അങ്ങനെയെല്ലാം വന്നിട്ട് ദൈവം പറഞ്ഞു, ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് വരും, വന്ന് നിങ്ങളുടെ കൂടെ ഞാൻ അത്താഴം കഴിക്കണം. പക്ഷേ വാതിൽ തുറക്കണം. അതിൻ്റെ അർത്ഥം പല പള്ളികളിലും ദൈവത്തിന് വരാനുള്ള വാതിൽ തുറന്നിട്ടിട്ടില്ല. ദൈവത്തിന് വരാനുള്ള വാതിൽ എന്താണ്? നമുക്ക് ദൈവത്തെ വേണമെന്ന് തോന്നണം, അങ്ങനെ ആഗ്രഹം തോന്നണം,
എനിക്കങ്ങനെ വേണം, എനിക്കങ്ങനെ കാണണം, എനിക്ക് അങ്ങയോട് സംസാരിക്കണം, എനിക്ക് അങ്ങയെ ഒന്ന് തൊടണം, അങ്ങ് എന്നെ തൊടണം, അതിന് ഞാൻ വരുന്നു എന്ന് പറഞ്ഞു വന്നിട്ട് ദൈവത്തെ അങ്ങോട്ട് അഭിനന്ദിക്കണം. ദൈവത്തെ അഭിനന്ദിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്ത പാഠത്തിലേക്ക് തിരിച്ചു വരും. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്ത വാക്യമാണ്. എന്നാൽ ഈ പാഠം ഞാൻ പിന്നെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു, അങ്ങനെ മാറ്റി വെച്ചു. 4-ാം അധ്യായത്തിൻ്റെ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ഒന്നുകൂടെ വായിക്കും. 4 ജീവികളും ഓരോന്നിനും 6 ചിറകുള്ളതായി. സ്വർഗത്തിലെ ആരാധന എങ്ങനെയാണെന്നാണ് നമ്മൾ പറയുന്നത്, ഓർമ്മയില്ലേ? സ്വർഗത്തിലെ ആരാധന നടത്തുന്ന വിധം വിശദീകരിച്ചിരിക്കുകയാണ്. ഇങ്ങനെയാണ് സ്വർഗത്തിലെ ആരാധന. അപ്പം സ്വർഗത്തിൽ ദൈവം ഒരു സിംഹാസനത്തിലിരിക്കുന്നു, യേശുക്രിസ്തു അവിടെയുണ്ട്, വേറെ 24 മൂപ്പന്മാർ സിംഹാസനങ്ങളിലിരിക്കുന്നു, അവിടെ 4 ജീവികൾ, പ്രത്യേകിച്ച് ദൂതന്മാർ അവിടെ ഉണ്ട്. ഇവരെല്ലാം ഇങ്ങനെയുള്ളൊരു വലിയ വേദി, വലിയൊരു സമ്മേളനത്തിന് വേണ്ടി ഒരുക്കുന്നൊരു വേദിയുടെ കാര്യം പറയണം. ഭാവിയിൽ ഒരു വലിയ സമ്മേളനം നടക്കാൻ പോകാൻ അതിനുവേണ്ടി ഒരുക്കുന്നൊരു വേദിയാണ്. അപ്പം ആ വേദിയിൽ സംഭവിക്കുന്ന കാര്യം എന്താണ്? 4 ജീവികളും എന്താ ചെയ്യുന്നത്? 4 ജീവികൾ ദൂതന്മാരുടെ 4 മെയിൻ തലവന്മാരാണെന്ന് ഞാൻ പറയുക. ഒത്തിരി കോടി ദൂതന്മാരുണ്ട്, അതിൻ്റെ ഡിപ്പാർട്ട്മെൻ്റൽ ഹെഡ്സ്, വലിയ തലവന്മാർ. 4 പേര് വന്നിട്ട് അവരെന്താ പറയുന്നത്? വേഗം വരുമ്പോളെ ചുറ്റിലും അകത്തും കണ്ണ് നിറഞ്ഞിരിക്കുന്നു, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ 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 എന്നവർ രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പറഞ്ഞില്ലേ അവരുടെ പാട്ട്? എന്താണ് പാട്ട്? ഒന്ന്, ദൈവം ആരാണ്? ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നു എന്ന അർത്ഥത്തിലല്ല പറഞ്ഞിരിക്കുന്നത്. വിച്ച് വാസ്, വിച്ച് ഈസ് ആൻഡ് വിച്ച് ഈസ് ടു കം. ഉണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും മേലാൽ ഉണ്ടായിരിക്കും. നിത്യനായ ദൈവം. അങ്ങനെ വേറെ ആരെങ്കിലും ഉണ്ടോ? ദൈവത്തെപ്പോലെ നിത്യനായ ഒരാൾ വേറെ ഉണ്ടോ? നമ്മളെല്ലാം ഒരു തുടക്കമുണ്ട്, അത് കഴിഞ്ഞ് നമ്മൾ മരിക്കും. മരിച്ചു കഴിഞ്ഞാൽ ആത്മാവിന് നിത്യതയുണ്ട്. എന്നിരിക്കലും നമുക്ക് തുടക്കത്തിൽ നിത്യതയില്ലല്ലോ. എല്ലാം ഉണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ദൈവം, ഞാൻ ഉണ്ടാകുന്നതിന് മുമ്പുണ്ടായിരുന്ന ദൈവം, എൻ്റെ അപ്പനും അമ്മയും ഉണ്ടാകുന്നതിന് മുമ്പുണ്ടായിരുന്ന ദൈവം, അങ്ങനെ സകലത്തിന് മുമ്പ് ഉണ്ടായിരുന്ന ദൈവം, ദൈവമേ അങ്ങ് ഇന്നും ഉണ്ട്, ഇന്നും അങ്ങ് സത്യമാണ്, നാളെയും അങ്ങുണ്ടാവും. ബാക്കി എല്ലാവരും മാറിപ്പോകും, ബാക്കിയുള്ളവരെല്ലാം മരിച്ചു പോകും, ബാക്കിയുള്ളവർ മാറിയെന്ന് പറയാം. പക്ഷെ അങ്ങയ്ക്ക് ഒരു കാലത്തും മാറ്റമുണ്ടാവില്ല. നിത്യനായ പരിശുദ്ധ ദൈവമേ, ഇന്നലെ എന്നെ നടത്തിയവനെ, ഇന്നും എന്നെ നടത്താൻ അങ്ങിവിടെയുണ്ട്. നാളെ ഞാൻ പോകുമ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം താറുമാറായി മറിഞ്ഞു പോയാലും അങ്ങവിടെ ഉണ്ടാകും. ദൈവത്തിൻ്റെ സ്വഭാവം അങ്ങ് നിത്യൻ. ഉണ്ടായിരുന്നവനും ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി. അടുത്ത് സർവശക്തിയുള്ള കർത്താവായ ദൈവം, കർത്താവ്, സർവശക്തിയുള്ളവൻ. എന്തൊരു വലിയ വാക്ക്! ഭൂമിയിൽ അങ്ങനെ ഒരു സംഗതി വേറെ എങ്ങുമില്ല. സർവശക്തി എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും കഴിവുള്ളവൻ. ഭൂമിയിൽ ആരെയെല്ലാം നമ്മൾ സമീപിച്ചു നോക്കണം, എല്ലാത്തിനും കഴിവുള്ള ഒരാൾ ഭൂമിയിൽ ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ ഈ ശരീരം ഒന്ന് പരിശോധിക്കണമെങ്കിൽ പോലും എത്ര ഡോക്ടർമാർക്ക് പോകണം? പല്ല് നോക്കാൻ ഒരാൾ, കണ്ണ് നോക്കാൻ വേറൊരാൾ, ഞരമ്പ് നോക്കാൻ വേറൊരാൾ, തലച്ചോറ് നോക്കാൻ വേറൊരാൾ, ഹാർട്ട് നോക്കാൻ വേറൊരാൾ, ലിവർ നോക്കാൻ വേറൊരാൾ, കിഡ്നി നോക്കാൻ വേറൊരാൾ, എല്ല് നോക്കാൻ നമ്മുടെ ഈ ശരീരത്തെ പരിശോധിക്കാൻ. എല്ലാത്തിനും കൊള്ളാവുന്ന ഒരു ഡോക്ടറുണ്ടോ? ഇല്ലല്ലോ. ഒരു പ്രശ്നമുണ്ടായി, കേസ് നോക്കാൻ ഒരു വക്കീൽ, കണക്ക് ശരിയാക്കണം, അതിന് വേറൊരു ഓഡിറ്റർ. അങ്ങനെ ഓരോ കാര്യത്തിനും ആരെയെല്ലാം ആശ്രയിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പനും അമ്മയും നമുക്ക് വേണ്ടേ? അവരുണ്ടായിരുന്നത് കൊണ്ടല്ലേ നമ്മൾ ഉണ്ടായത്. അവരല്ലേ നമ്മളെ വളർത്തിയത്. നമ്മൾ ജനിച്ചപ്പം നമ്മളെ ശ്രദ്ധിച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾ ആരെങ്കിലും ജീവിക്കുമായിരുന്നോ? അന്നേ ചത്തുപോകത്തില്ലായിരുന്നോ? എന്ത് താലോലിച്ചാണ് നമ്മളെ വളർത്തിയത്. എടുത്തുകൊണ്ട് നടന്നില്ലേ? സോക്കേട് വന്നപ്പോൾ
നമുക്ക് എന്തെല്ലാം ചെയ്തു തന്നു. നമ്മളവരുടെ മണ്ടയ്ക്ക് ഛർദ്ദിച്ചില്ലേ? എന്നിട്ടും അവർ നമ്മളെ വാരിയെടുത്തില്ലേ? ഉമ്മ വെച്ചില്ലേ? മലമൂത്ര വിസർജനം എല്ലാം അവരല്ലേ എടുത്തത്. നമ്മളെ ഈ പരുവത്തിലെല്ലാം കൊണ്ടുവരാൻ അപ്പനും അമ്മയും നമുക്കുണ്ടായിരുന്നില്ലേ? അങ്ങനെ ഒത്തിരി പേര് നമുക്ക് വേണ്ടേ? പക്ഷേ നമ്മുടെ അപ്പനും അമ്മയും, എൻ്റെ അപ്പനും മരിച്ചു, അമ്മയും മരിച്ചു, അവരുടെ എല്ലാം കാലം കഴിഞ്ഞു. പക്ഷേ എന്നെ ഉണ്ടാക്കിയ ദൈവം, സകലവും എനിക്ക് തരുന്ന ദൈവം എന്നും ജീവിക്കുന്നു, സർവശക്തനായി ജീവിക്കുന്നു. അവിടുത്തെ ശക്തിക്ക് എന്തെങ്കിലും ബലം കുറയോ? ഇല്ലല്ലോ. നമുക്കെല്ലാവർക്കും ആരോഗ്യം ക്ഷയിക്കില്ലേ? കൂടും കുറയും. നമ്മുടെ പൂർവ്വപിതാക്കളൊക്കെ വാർദ്ധക്യം വന്ന് മരിച്ചുപോയില്ലേ? രോഗം വന്ന് പലരും ചെറുപ്പക്കാരും മരിച്ചുപോയില്ലേ? പക്ഷെ നമ്മുടെ ദൈവത്തിന് അങ്ങനെ വാർദ്ധക്യം ഉണ്ടാവുമോ? ക്ഷീണം ഉണ്ടാവുമോ? ആരോഗ്യം ക്ഷമിക്കുന്നൊരു സമയം ഉണ്ടാവുമോ? സർവശക്തിയുള്ള ദൈവമേ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തെല്ലാം അടങ്ങിയിരിക്കുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ സകല കാര്യവും നടത്തിത്തരാൻ അങ്ങയ്ക്ക് കഴിയും. ഞാൻ വേറെ ഒരിടത്ത് പോയാലും നടക്കാത്ത കാര്യവും അങ്ങനെക്ക് ചെയ്തു തരും. ദേ ഞാൻ അങ്ങയുടെ മുമ്പാകെ വന്നിരിക്കുന്നു, അങ്ങയുടെ മുൻപാകെ സാധിക്കാത്ത ഒരു കാര്യമില്ല എന്ന് പറയുന്ന ഏറ്റുപറച്ചിൽ കേൾക്കുമ്പോൾ ദൈവം പറയും, ദേ എന്നെ ബഹുമാനിക്കാൻ ആളുകൾ വന്നിരിക്കുന്നു, എന്റെ വലിപ്പം പ്രകീർത്തിക്കുന്ന ആളുകൾ വരുന്നു, ഞാൻ ഇറങ്ങിപ്പോവാണ്, ഞാൻ അവരുടെ സന്നിധിയിലോട്ട് പോവാണ്, എനിക്കതൊന്ന് കേൾക്കണം. എൻ്റെ ജനത്തിൻ്റെ അഭിനന്ദനം പുകഴ്ച എനിക്ക് കേൾക്കണം. കേട്ടും വെച്ച് വെറുതെ പോകാൻ ദൈവം സ്വാർത്ഥനാണോ? ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ തരാൻ. ദൈവത്തിൻ്റെ തരാനില്ലാത്ത എന്താണ്? എല്ലാം ദൈവത്തിൻ്റെ പക്കലുണ്ട്. അങ്ങനെ അഭിനന്ദിച്ചാൽ ദൈവം ഇറങ്ങി വരും. സർവശക്തിയുള്ള പിന്നെ ദൈവമാണ് അങ്ങ്. ദൈവമാണ്, എല്ലാത്തിനും മീതെ ദൈവമാണ്. ഭാരത സംസ്കാരത്തിൽ പറയുന്ന ദൈവം എന്ന അർത്ഥമല്ല ഞാൻ പറയുന്നത്. ഭാരത സംസ്കാരത്തിൽ എന്തും ദൈവമാണ്. ഒരു ജന്തുവും ദൈവമാണ്, മനുഷ്യനും ദൈവമാണ്, സൂര്യനും ദൈവമാണ്. പക്ഷെ നമ്മൾ പറയുന്ന ദൈവം അതല്ല. നമ്മൾ പറയുന്ന ദൈവം നമ്മളെ ഉണ്ടാക്കിയ ദൈവം, സകലത്തെയും സൃഷ്ടിച്ച ദൈവം, എല്ലാത്തിനും ജീവൻ കൊടുക്കുന്ന ദൈവം, എല്ലാത്തെയും പുലർത്തുന്ന ദൈവം. അങ്ങൻ്റെ ദൈവമാണെന്ന് പറയുമ്പോൾ വലിയ വാക്കാണ്. അതിനകത്തെ അർത്ഥങ്ങളെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് പറയാൻ ഭൂമിയിൽ ഒരാൾക്ക് കഴിയില്ല. അത്ര വലിയ വാക്കാണ് ദൈവമേ. എൻ്റെ ദൈവമേ എന്നൊന്ന് ഹൃദയം തുറന്ന് വിളിച്ചാൽ ബ്യൂട്ടിഫുൾ. ദൈവത്തിന് ഇഷ്ടമുള്ള വാക്ക് ഹൃദയം തുറന്ന്. ചുമ്മാ മാവുകൊണ്ട് പറഞ്ഞ പോരാ, ഹൃദയം തുറന്ന് വേണം. ദൈവമായ കർത്താവ്, കർത്താവാണ്. അവിടെ ഒരേ വാക്കാണ്, കർത്താവാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഭരണം കർത്താവ്. എൻ്റെ ജീവിതം മൊത്തം ഞാൻ അവിടെ കൊടുത്തിരിക്കുന്നു. ഞാനല്ല ഇനി എന്നെ ഭരിക്കുന്നത്, ഞാൻ ദേവാലയമാണ്. ഞാൻ എൻ്റെ അല്ല, ദൈവത്തിൻ്റെയാണ്. ദൈവമേ, അങ്ങാണ് എൻ്റെ കർത്താവ്, അങ്ങാണ് എൻ്റെ ഭരണാധിപൻ. അങ്ങയുടെ ഇഷ്ടം പറഞ്ഞോളൂ, ഞാനത് ചെയ്തോളാം. അങ്ങ് സംസാരിക്കണം, ഞാനത് അനുസരിച്ചോളാം. അവിടുന്ന് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. അപ്പൊ ദൈവത്തിന്റെ ആളത്വത്തെക്കുറിച്ച് പ്രകീർത്തിക്കുന്നതാണ് സ്തുതി. ദൈവത്തിന്റെ ആളത്വത്തെക്കുറിച്ചുള്ള പ്രകീർത്തനം. ഇതാണ് രണ്ടാമത്തെ മുറി. ആദ്യത്തെ മുറി നന്ദി പറയുന്നു. രണ്ടാമത്തെ മുറി ദൈവം എത്ര വലിയ ആളാണ്, ദൈവത്തിൻ്റെ സ്വഭാവങ്ങൾ എന്താണ്, ദൈവത്തിൻ്റെ ഗുണഗണങ്ങൾ എന്താണ് എന്ന് വർണ്ണിക്കുക. 5-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. വാങ്ങിയപ്പോൾ 4 ജീവികളും. യേശുക്രിസ്തു വന്നൊരു പുസ്തകം വാങ്ങിയപ്പോൾ 4 ജീവികൾ, അതായത് ദൂതന്മാരുടെ ആ വലിയ ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സ്, അവരും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുമ്പാകെ വീണു. മുമ്പ് 4-ാം അധ്യായത്തിൽ ചെന്ന് ഇവരും നിലത്ത് വീണു. കാരണം ഭയങ്കര ബഹുമാനം. കാരണം അവിടുത്തെ വലിപ്പം കണ്ടാൽ പിന്നെ നമുക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റില്ല, സിംഹാസനത്തിൽ ഇരിക്കാൻ പറ്റില്ല, ബെഞ്ചിൽ കസേരയിൽ ഇരിക്കാൻ പറ്റില്ല. അത്ര കൂടിയ ആൾ കാണുകയും എഴുന്നേറ്റ് നിലത്ത് വീണു. വീണിട്ട് പിന്നെ പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ യോഗ്യൻ. യേശുവിനോട് പറയാണ്, അങ്ങ് യോഗ്യൻ, നീ അർക്കപ്പെട്ടു. യേശുവിന്റെ ക്രൂശ് മരണത്തെ നോക്കി പറയാണ്, അങ്ങ് ക്രൂശിൽ മരിച്ചു. അതുകൊണ്ട് അവിടുത്തെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിൽ നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. യേശുവിന്റെ മഹത്വം പറയാണ്, അങ്ങ് യോഗ്യൻ, അങ്ങ് എനിക്ക് വേണ്ടി മരിച്ചവൻ,
ക്രൂശിൽ മരിച്ച കർത്താവായ യേശുവേ, അങ്ങ് എനിക്ക് വേണ്ടിയാണ് മരിച്ചത്. എൻ്റെ പാപം പോക്കാനാണ് മരിച്ചത്. എന്നെ ദൈവത്തിന്റെ രാജ്യവും പുരോഹിതന്മാരുമാക്കാൻ, എന്നെ സ്വന്തമാക്കാൻ, എന്നെ വിശുദ്ധമാക്കാൻ, എന്നെ ദേവാലയമാക്കാൻ അങ്ങ് മരിച്ചതാണ്. അങ്ങക്ക് സ്തുതി. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീസസ്. Yes, Lord Jesus. ദൈവത്തിൻ്റെ ഗുണഗണം പറയണം. ഗുണഗണമാണ് ചിലത് ഞാൻ പറഞ്ഞത്. വേറെ ദൈവത്തെക്കുറിച്ച് അറിയാവുന്ന കുറച്ച് കാര്യം പറയാമോ? ദൈവത്തിൻ്റെ വലിപ്പം, ദൈവത്തിൻ്റെ മഹത്വം, സ്വഭാവം, ഇതൊക്കെ ചില കാര്യങ്ങളൊന്ന് പറയാമോ? ദൈവത്തെക്കുറിച്ച് അറിഞ്ഞിട്ടുള്ളത്, കേട്ടിട്ടുള്ളത് ഒന്ന് പറയാമോ? കമാൺ, ഗോ അഹെഡ്. ഈ പറഞ്ഞത് കൂടാതെ ദൈവത്തെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ പറയൂ. സ്തുതിക്കുന്നത് എങ്ങനെയാണെന്ന് പറയാൻ പോവാണ്. പറയൂ. ദൈവത്തെക്കുറിച്ചൊന്നും അറിയില്ല, അറിയാവുന്ന കാര്യം വാ തുറന്ന് പറയൂ. ഉറക്കെ പറഞ്ഞോളൂ. കമാൺ. നമ്മുടെ ദൈവം ആരാണെന്ന് അറിയില്ലേ? എന്താണ്? സകലതും നിർമ്മിച്ചവൻ. ഓക്കെ, പിന്നെ എന്താണ് ദൈവം? ഉറക്കെ പറയൂ. സർവ്വവ്യാപിയാണ് ദൈവം. എല്ലായിടത്തുമുള്ള ആളാണ്. ദൈവം ഇല്ലാത്തൊരു സ്ഥലവും ഇല്ല. ഞാൻ സമുദ്രത്തിൻ്റെ അറ്റത്തി എന്ന് പറഞ്ഞാൽ അവിടെയും നിൻ്റെ കണ്ണെന്നെ കാണും. രാത്രി എന്നെ മൂടട്ടെ, എന്നെ ആരും കാണണ്ട എന്ന് ഞാൻ പറഞ്ഞ് രാത്രി പോലും അവിടത്തേക്ക് മറവായിരിക്കില്ല. എന്നെ ആരും കാണാത്തപ്പോഴും അങ്ങനെ കാണുന്നു. ഓർമ്മയുണ്ടോ യോസഫ് ഒരു സമയത്ത് പറഞ്ഞ വാക്ക്? ഓർമ്മയുണ്ടോ? ഒരു സ്ത്രീ ആ ചെറുപ്പക്കാരനെ സ്വാധീനിക്കാൻ വന്നു, അവിടെ കൂടിയിരിക്കാൻ, അവളുമായി ലൈംഗിക ബന്ധം പുലർത്താൻ അവൾ ആവശ്യപ്പെട്ടു. എന്നിട്ട് യോസഫിനോട് പറഞ്ഞു, ഈ മുറി വേറെ ആരുമില്ല, എൻ്റെ ഭർത്താവ് ജോലിക്ക് പോയിരിക്കുകയാണ്, ഒരു മനുഷ്യരും നമ്മളെ കാണില്ല, നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, നമുക്ക് സൂഹിക്കാം. യോസഫ് എന്ന് പറഞ്ഞറിയോ, ശരിയാണ്, എൻ്റെ അപ്പനും അമ്മയും ഇവിടെ ഇല്ല, നിൻ്റെ ഭർത്താവും ഇവിടെ ഇല്ല, ഒരു ജോലിക്കാരൻ നമ്മളെ കാണുന്നില്ല, പക്ഷേ എന്നെ കാണുന്ന ദൈവം ഇവിടെ. നീ ഞാനും മാത്രമായി ഈ പാപം ചെയ്യാൻ വേറെ ആരും കാണില്ല എന്ന് പറഞ്ഞാൽ മേളിൽ നിന്നൊരു കണ്ണെന്നെ കാണുന്നു, അവിടെ നിന്ന് എന്നെ കാണാത്ത നേരം ഇല്ല. സ്തോത്രം. സങ്കീർത്തനക്കാരൻ എന്താ പറഞ്ഞെന്നറിയോ? 139 സംഘത്തിൽ, ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാണ്. എന്നെ കാണുന്ന ദൈവം, ദൈവത്തിന് മുമ്പാകെ ഒളിച്ചിരിക്കാൻ എനിക്ക് കഴിയില്ല. സർവ്വവ്യാപിയായ ദൈവം, എന്നെ അവിടുന്ന് കാണാത്ത ഒരു സെക്കൻഡ് നേരമില്ല. ഞാൻ സ്വന്തമായി മുറിക്കകത്ത് കയറി എൻ്റെ ഫോണെടുത്ത് എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ കണ്ടാൽ അവിടെ എന്നെ കാണുന്ന ദൈവം. എനിക്ക് ഇഷ്ടമുള്ള ചെറുക്കനുമായിട്ട് ഞാൻ ചാറ്റ് ചെയ്താൽ അവിടെയും എന്നെ കാണുന്നൊരു ദൈവം. എൻ്റെ അപ്പം കണ്ടില്ല എന്ന് വരും, അമ്മ കണ്ടില്ല എന്ന് വരും, വീട്ടുകാർ കണ്ടില്ല എന്ന് വരും, പലതും ഒളിച്ച് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റും. എന്നെ കാണുന്ന കണ്ണിനെ ഒളിക്കാൻ എനിക്ക് പറ്റില്ല. സർവശക്തിയുള്ള സർവവ്യാപിയായ ദൈവമേ എന്ന് പറയുമ്പോൾ ജീവിതം മൊത്തം അവിടുത്തെ മുമ്പാകെ അർപ്പിക്കുന്ന ഭയങ്കര വാക്കാണത്. ഭയങ്കര ദൈവഭയം അകത്ത് തിങ്ങുന്ന വാക്കാണത്. അതുകൊണ്ട് സംഗീതം നിന്നെ ഒളിച്ച് ഞാൻ എവിടെ പോകും? ഹല്ലേലൂയ. പിന്നെ പറയും, ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും സർവജ്ഞാനിയാണ്, അവിടുന്ന് എല്ലാം അറിയുന്ന ദൈവമാണ്. ഇപ്പൊ പറഞ്ഞ പോലെ അറിയാൻ മേല തോന്നും ഇല്ല, ഒരു രഹസ്യവും അവിടത്തേക്ക് അറിയാൻ മേലാത്തായിട്ട് ഇല്ല. അഖിലാണ്ടത്തിൽ അവിടത്തേക്ക് അറിയാൻ മേലാത്തൊരു കാര്യമില്ല. ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല, പക്ഷെ അവിടത്തേക്ക് അറിയാം. എൻ്റെ ഭാവി എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ അവിടത്തേക്ക് അറിയാം. ഞാൻ എന്ത് ജോലിക്ക് പോകണമെന്ന് എനിക്കിപ്പോൾ തീരുമാനം അറിയില്ല, പക്ഷേ അവിടത്തേക്ക് അറിയും. ഞാൻ ആരെ കല്യാണം കഴിക്കണം എനിക്കറിയില്ല, പക്ഷേ എനിക്ക് വേണ്ടി ആരെയാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് അവിടത്തേക്ക് അറിയാം. എൻ്റെ മരണം എപ്പോഴെന്ന് എനിക്കറിയില്ല, പക്ഷെ അവിടത്തേക്ക് അറിയാം. എനിക്കേതാണ് നന്മയെന്ന് എനിക്കറിയില്ല, പക്ഷെ അവിടത്തേക്ക് അറിയാം. അങ്ങനെ അറിയുന്ന ദൈവമേ, ദേ എന്നെ അങ്ങയുടെ ഇഷ്ടത്തിന് സമർപ്പിക്കുന്നു. എൻ്റെ ഇഷ്ടം വേണ്ട ദൈവമേ, അങ്ങയുടെ ഇഷ്ടം നടത്തിക്കോളൂ.
അങ്ങ് സർവജ്ഞാനിയല്ലേ, ഞാൻ എന്തിന് വിഷമിക്കണം? എൻ്റെ ജീവിതം തോൽക്കേണ്ട കാര്യമില്ല, ഞാൻ തോക്കില്ല. കാരണം അവിടുന്ന് എൻ്റെ രക്ഷകനാണ്, അവിടുന്ന് എൻ്റെ കർത്താവാണ്. ഇത്രയും വലിയ ദൈവത്തെക്കുറിച്ച് അങ്ങോട്ട് ഗുണഗണം പറയാൻ അവിടുന്ന് എന്നെ സ്നേഹിക്കുന്നവനാണെന്ന് പറഞ്ഞുകൂടെ? ഇല്ലേ? പറഞ്ഞൂടെ? സ്നേഹിച്ചില്ലേ? തൻ്റെ ജീവനെ നൽകി സ്നേഹിച്ചില്ലേ? ക്രൂശിൽ നമുക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായില്ലേ? അതവിടുത്തെ സ്നേഹത്തിന്റെ ഭയങ്കര കൂടിയ കാര്യമല്ലേ? നമുക്ക് വേണ്ടി വല്ലവരും മരിക്കാൻ തയ്യാറാവുമോ? വല്ലതൊക്കെ സഹായം ചെയ്യാനല്ലേ തയ്യാറാവുള്ളൂ. പക്ഷെ സ്വന്തം ജീവനെ തന്ന് യേശുവിനെ ക്രൂശിച്ചിട്ട് അടിച്ചിട്ട് കണ്ടമനം അടിച്ചു. ഈ പുറം മുഴുവൻ ചാട്ടമാർ കൊണ്ട് തല്ലി വലിച്ചു കീറി മാംസം പറിച്ചെടുത്തു. എന്നിട്ട് വെല്ലുവിളിച്ചു ചോദിച്ചു, നീ ദൈവപുത്രനല്ലേ? നിന്നെ തന്നെ ഒന്ന് രക്ഷിക്ക. യേശുവിനെ രക്ഷിക്കാൻ കഴിയില്ലേ? അവൻ ഒരു വാക്ക് പറഞ്ഞാൽ അടിക്കുന്നവന്റെ കൈ ചുരുണ്ടു പോവില്ലേ? അവൻ ആ സെക്കൻഡ് മരിച്ചു വീഴില്ലേ? കളിയാക്കവന് യേശുവിൻ ദൈവത്തിൻ്റെ ഒരു പ്രവാചകനെ ചില പിള്ളേർ വന്ന് വെറുതെ കളിയാക്കി, തമാശന് കളിയാക്കിയതാ. അദ്ദേഹം കഷണ്ടിക്കാരനായിരുന്നു. പിള്ളേർ പുറകെ നടന്ന് മൊട്ടത്തലയാന്ന് വിളിച്ചു. പിള്ളേരുടെ കളി എന്ത് സംഭവിച്ചു? കാട്ടിൽ നിന്ന് കരടി ഇറങ്ങി വന്ന് ആമ്പിള്ളേരെ കീറിക്കളഞ്ഞു. ദൈവത്തിൻ്റെ പ്രവാചകനെ കളിയാക്കിയതിന് കാട്ടിൽ നിന്ന് കരടിയെ ഇറക്കിക്കൊണ്ട് പിള്ളേരെ വലിച്ചു കീറി. ദൈവത്തിൻ്റെ സ്വന്തം പുത്രനെ സകല ആക്ഷേപവും ആക്ഷേപിച്ചിട്ട് ആരെയും ദൈവം കൊല്ലാതെ, യേശു തൻ്റെ അധികാരം ഉപയോഗിക്കാതെ നമുക്ക് വേണ്ടി മരിച്ച സ്നേഹം ഓർത്താൽ ജീവിതം മൊത്തം അങ്ങോട്ട് അർപ്പിച്ചു കൊടുക്കണ്ടേ? എന്നെ സ്നേഹിച്ച യേശുവേ, ഇതുപോലൊരു സ്നേഹമുണ്ടോ? അത് പറയണം, വ്യക്തിപരമായി പറയണം, ഓരോരുത്തരും പറയണം. അതിനെക്കുറിച്ച് പാട്ട് പാടണം. എന്തെങ്കിലും പാട്ട് നമ്മൾ ഇതെല്ലാം പാട്ടാണ്, സ്വർഗത്തിൽ കേൾക്കുന്ന പാട്ടാണ്. ദൈവത്തിൻ്റെ ആളത്വത്തെക്കുറിച്ചുള്ള പാട്ട്, ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള പാട്ട്. അങ്ങനെ പാട്ടുണ്ടല്ലോ, ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച്. ഏതാണ്? ഒരു പാട്ടറിയാമോ? ദൈവത്തിൻ കൃപയെ ചിന്തിക്കാം, ദിവ്യജീവൻ നൽകിയതോർക്കാം. ദൈവത്തിൻ കൃപയെ ചിന്തിക്കാം, വേഗമാട്ടെ. ദിവ്യജീവൻ നൽകിയതോർക്കാം. ഏകസുധനിൽ വിശ്വസിച്ചിടുന്നു, ഏവർക്കും ജീവൻ നൽകുവാനവനെ ഏകി ലോകത്തെ സ്നേഹിച്ച കൃപയെ ഉയർത്തി നമുക്ക് സ്തുതിക്കാം, ഉയർത്തി നമുക്ക് സ്തുതിക്കാം. ദൈവത്തെ കൃപയെ ചിന്തിക്കാം, ദിവ്യജീവൻ നൽകിയതോർക്കാം. ന്യായവിധിയൻ വാളിനു കീഴിൽ നോക്കി പാടിക്കോ. ന്യായവിധിയൻ വാളിനു കീഴിൽ ന്യായമായകപ്പെട്ട് നമ്മുടെ ശിക്ഷ അഖിലം പുത്രന്മേൽ ചുമത്തിയ കൃപയോർക്കാം, ചുമത്തിയ കൃപയോർക്കാം. ദൈവത്തിൻ കൃപ
അറിഞ്ഞു നമുക്ക് സ്തുതിക്കാം. ദൈവത്തിൻ കൃപയെ ചിന്തിക്കാം. ദിവ്യ ജീവൻ നൽകിയതോർക്കാം. ദൈവത്തിൻ്റെ സ്നേഹം നമ്മളങ്ങോട്ട് പറയാൻ തുടങ്ങിയാൽ ഹൃദയം വിങ്ങും. സ്നേഹത്തിന് പ്രതികരിക്കണം. അത്രയും വലിയ സ്നേഹത്തിന് നമ്മൾ വന്ന് നിർവികാരികളായിട്ടിരുന്നാൽ ദൈവത്തിന് ഇഷ്ടപ്പെടുമോ? ഈ മരിച്ച മരണത്തിനെ നമ്മൾ അതിനൊക്കെ ബഹുമാനം കൊടുക്കണ്ടേ? വായി തുറന്ന് വിളിച്ചു പറയണം, ഐ ലവ് യു ജീസസ്. ഹൃദയം തുറന്ന് പറയണം. ദൈവത്തോട് പറഞ്ഞാണെന്ന് തോന്നണ്ട, കർത്താവേ അങ്ങയുടെ എനിക്കിഷ്ടമാണ്, ഞാൻ സ്നേഹിക്കുന്നു. ഞാൻ പലപ്പോഴും പറയും, കൂടെ പറയുമ്പോഴെല്ലാം എൻ്റെ കണ്ണ് നിറയും. കാരണം ദൈവസ്നേഹത്തിന് മറുപടി കൊടുക്കാൻ പറ്റിയ വേറൊന്നുമില്ല. സ്നേഹം, ആ സ്നേഹം എന്ന് പറയുന്നത് നമ്മളെ തന്നെ അങ്ങ് ദൈവത്തിന് കൊടുക്കുന്ന സ്നേഹമാണ്. അപ്പം അങ്ങനെ ഒരു സ്നേഹം വരുമ്പോൾ നമ്മുടെ ഹൃദയം അങ്ങ് വഴങ്ങും. അവിടുത്തെ വലിയ ആളത്വത്തിൻ്റെ മുമ്പാകെ നമ്മളൊന്നുമില്ലെന്ന് ബോധ്യമാകും. കുമ്പിടാൻ തോന്നും, വണങ്ങാൻ തോന്നും, നിലത്ത് വീഴാൻ തോന്നും, കരയാൻ തോന്നും, കുറേ നേരം അങ്ങനെ കിടക്കാൻ തോന്നും. ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് ചില ദിവസം. ചില യോഗം കഴിയുമ്പോൾ എഴുന്നേക്കാൻ തോന്നുന്നില്ല. ഈ ഹോളിൽ തന്നെ ഒരു സമയം 1 മണിക്കൂർ ഞാനിവിടെ കിടന്നു. ഭയങ്കര ദൈവസാന്നിധ്യം വന്നു, ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി വന്നു. മിഷണറിമാരുടെ ഒരു മീറ്റിംഗാണ്, യോഗം നിർത്താൻ പോവാണ്. അപ്പോഴാണ് സംഭവം. ദൈവസാന്നിധ്യം വന്ന് ഞാനകത്ത് ആ സ്റ്റേജിൽ അവിടെ കിടന്നു. മിഷണറിമാരോട് പറഞ്ഞ് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ പോകാം, കഴിക്കാം. ഒരാൾ ഇവിടെ നിന്ന് അനങ്ങിയില്ല. ആ 1 മണിക്കൂർ ഈ മനുഷ്യർ മുഴുവൻ നിങ്ങളെ അഭിനന്ദിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്കെല്ലാം അഭിനന്ദനം നമുക്ക് അർഹപ്പെട്ടതല്ല. ചിലർ ഞങ്ങളെയൊക്കെ കണ്ടമാനം പൊക്കും. പൊക്കുമ്പോൾ എനിക്കറിയാം കാര്യം കാണാനാണ് ഈ പൊക്കുന്നത്. ഞാൻ അർഹപ്പെട്ടതിൽ കൂടുതൽ ഒരാളൊരു വാക്ക് പറഞ്ഞാൽ അത് സ്വീകരിക്കുന്ന സ്വഭാവക്കാരനല്ല ഞാൻ. അപ്പോഴേ ഞാൻ അറിയും ഇത് എന്നെക്കൊണ്ട് മുതലെടുക്കാൻ ചെയ്യുന്നതാണ്. പക്ഷെ ദൈവത്തെ കൊണ്ട് മുതലെടുക്കാനാണോ? ദൈവത്തെക്കുറിച്ച് പറഞ്ഞാൽ പറഞ്ഞു തീർക്കാൻ പറ്റുമോ? ദൈവത്തിൻ്റെ ആളത്വവും വലിപ്പവും മുഴുവൻ പറയാൻ നമുക്കറിയാവോ? കുറച്ചല്ലേ അറിയുള്ളൂ. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞാൽ ദൈവം ഇറങ്ങി വരും. ദൈവം ഇറങ്ങി വന്നാൽ അതാണ് ആരാധന. അന്നേരം ദൈവത്തെ കാണാം. ദൈവം നമ്മളെ തൊടും, ദൈവം നമ്മളെ സന്ദർശിക്കും, ദൈവം നമ്മളെ അനുഗ്രഹിക്കും. അതെല്ലാം കൂടെ പറയാൻ ഇപ്പം നേരമില്ല, നമുക്ക് രാത്രി പറയാം. ആരാധന എന്ന് പറയുന്നത് അങ്ങനെ ബഹുമാനം പ്രകടിപ്പിക്കുന്ന മുറിയാണ്. അത് പറയാൻ നമ്മളാരും പിശുക്ക് കാണിക്കരുത്, നാണം തോന്നരുത്. ഒരു നാണവും ഇല്ലാതെ അടുത്ത് വരേണ്ട സ്ഥലമാണ് ദൈവസന്നിധി. ഉള്ളതുപോലെ തുറന്നു പറയാം, കുഴപ്പങ്ങളും തുറന്നു പറയാം, നല്ല കാര്യവും തുറന്നു പറയാം. നമ്മെ സഹായിക്കാൻ കഴിവുള്ള ദൈവമാണ്. ശരി ആരാധനയാവണോ? ഇങ്ങനെ വന്ന് വണങ്ങുന്നതാണ് ആരാധന, കുമ്പിടുന്നതാണ് ആരാധന, അർഹമായ ബഹുമാനം കൊടുക്കുന്നതാണ് ആരാധന. അല്ലാതെ നമ്മുടെ പാട്ടെല്ലാം ദൈവം സ്വീകരിക്കില്ല, നമ്മുടെ യോഗമെല്ലാം ദൈവം സ്വീകരിക്കില്ല. ഇത്തരത്തിൽ ആ കൂടാരം ഈ കാലത്തേക്കൊരു സാദൃശ്യം. നന്ദി പറഞ്ഞു തുടങ്ങണം, അഭിനന്ദിച്ച് തുടരണം. അഭിനന്ദിക്കുമ്പോൾ ഒന്നുകൂടെ പറയുന്നു, ഇത്ര വലിയ ദൈവത്തെ കാണുമ്പം 3-ാമത്തെ മുറിയിലേക്ക് കയറാൻ തോന്നും. അവിടെ ദൈവമുണ്ട്, അവിടെ കുമ്പിടും, അവിടെ അങ്ങ് വീഴും, നമസ്കരിക്കും. ചിലപ്പോൾ എഴുന്നേറ്റ് പോകണം തോന്നത്തില്ല. യോഗം കഴിഞ്ഞ് ഓടിപ്പോകാൻ നിൽക്കരുത്. നമ്മുടെ ഇവിടൊക്കെ യോഗം നടത്തുന്നു, അവസാനം വരെ ഉണർവ് പാട്ട് പാടുന്നു, സ്തോത്രം അല്ലേ ഒരു ആശീർവാദം പറഞ്ഞു, 3 അല്ലേലിയ പറയുന്നു, എല്ലാവരും പിരിഞ്ഞു പോകുന്നു. എന്നാൽ വേറെ ചില രാജ്യത്ത് ഞാൻ പോയിട്ടുണ്ട്, വലിയ ദൈവസാന്നിധ്യം ഉണ്ടാവും. യോഗം കഴിഞ്ഞ് ഓർക്കോളം നടത്തും. അങ്ങനെ വലിയ അല്ലേലിയ ഒന്നും പറയത്തില്ല. അപ്പോൾ കുറേ പേര് പ്രാർത്ഥിക്കാൻ മുമ്പോട്ട് വരും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സഭയിൽ ചിലർ മുമ്പോട്ട് വരും.
അവർ പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ ഇരിക്കും. പോകേണ്ടവർ ശാന്തമായിട്ട് ഇറങ്ങിപ്പോകും. പ്രാർത്ഥിക്കേണ്ട അവരിരുന്ന് പ്രാർത്ഥിക്കും. ഒരു കൂട്ടർ അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാനിരിക്കും. ദൈവം അവരെ സൗഖ്യമാക്കും. ദൈവനോട് സംസാരിക്കും. കാരണം നമ്മുടെ സാധാരണ രീതിയാണ് ആരാധന എന്ന് ധരിക്കരുത്. ആരാധന വ്യത്യാസമാണ്. ദൈവം ഇഷ്ടപ്പെടുന്ന ആരാധന എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ദൈവം ഇഷ്ടപ്പെട്ടാൽ തിരിച്ചെന്ത് പ്രതിഫലം ഉണ്ടെന്ന് നമുക്ക് രാത്രി പറയാം. അങ്ങനെ ആരാധിച്ചാൽ ഭയങ്കര സംഭവങ്ങൾ നടക്കും. ഭയങ്കര സംഭവം വിശദീകരിച്ചേർക്കാൻ പറ്റില്ല. അത്ര വലിയ സംഭവങ്ങളുണ്ടാവും യോഗം. എല്ലാ യോഗത്തിലും സംഭവിക്കും. അല്ല, യോഗം വെറുതെ അല്ല, കൂട്ടത്തിന് വേണ്ടിയല്ല. യോഗം ദൈവത്തെ കാണാനും ദൈവത്തെ അഭിനന്ദിക്കാനും ദൈവത്തെ പ്രാപിക്കാനുമാണ്. അതെന്താണെന്ന് നമുക്ക് രാത്രി നോക്കാം. രാത്രി ദൈവം നമ്മളെ സന്ദർശിക്കും. ദൈവം വലിയ കാര്യം ചെയ്യും. രാത്രി ദൈവം വലിയ കാര്യം ചെയ്യും. ദൈവത്തെ കാണാൻ വരണം. മനസ്സ് തുറന്ന് വരണം. ദൈവത്തെ അഭിനന്ദിക്കാൻ വരണം. നാണമെല്ലാം കളഞ്ഞു വെച്ച് വരണം. ഇതിനകത്ത് കയറിയാൽ സ്തോത്രം, സ്തുതി, ആരാധന അങ്ങനെ കൊണ്ട് ചെയ്ത് കഴിയുമ്പോൾ നോക്കിക്കോളൂ, ഇന്ന് രാത്രി രോഗസൗഖ്യം ഉണ്ടാവും. ഇന്ന് രാത്രി ദൈവം സംസാരിക്കും. വ്യക്തിപരമായി സംസാരിക്കും. വലിയ കാര്യം ദൈവം ചെയ്യും. ആമേൻ. നമ്മൾ ചുമ്മാ എന്തെങ്കിലും പറഞ്ഞ് യോഗം നടത്തിപ്പേരല്ല. നമ്മളെ ദൈവവചന ശാസ്ത്രപ്രകാരം നമ്മൾ മാറണം. സംഭവിക്കാൻ പോവാണ്. ആമേൻ. ഹല്ലേലൂയ. Pastor Secretary, would you pray? നമ്മുടെ തലകളെ വണക്കാം. സ്വർഗസ്ഥ പിതാവേ, അവിടുത്തെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ മധ്യേ ഇന്ന് പകൽക്കാലം ഉണ്ടായിരുന്നതിനാൽ ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. അവിടുത്തെ ദാസനിൽ കൂടെ, അവിടുത്തെ ദാസിയിൽ കൂടെ ഞങ്ങളോട് സംസാരിച്ച അവിടുത്തെ വചനങ്ങൾക്കായി സ്തോത്രം. ഹൃദയംഗമായി അവിടുന്ന് ഞങ്ങളോട് ഇടപെട്ടുവല്ലോ. ഞങ്ങൾ കേൾക്കപ്പെട്ട വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ, അതിൻ പ്രകാരം ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിപ്പാൻ, ഞങ്ങൾ നിന്നിൽ അടിസ്ഥാനപ്പെട്ട് ജീവിക്കുമ്പോൾ ഞങ്ങൾ നിന്നിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങി അവിടുത്തെ കൃപയും അവിടുത്തെ സാന്നിധ്യവും ഞങ്ങൾ മനസ്സിലാക്കി ഞങ്ങളുടെ യാത്ര മുൻപോട്ട് തുടരുവാൻ ഞങ്ങൾക്ക് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കേൾക്കപ്പെട്ട വചനങ്ങൾ വൃഥാവായി പോകുവാനിടയാകരുത്. മാതൃകയുള്ളവരായി, അനുസരണമുള്ളവരായി, എല്ലാറ്റിലും എപ്പോഴും അങ്ങേക്ക് നന്ദി കരയേറ്റുന്നവരായി ഞങ്ങളുടെ ഹൃദയം എപ്പോഴും അങ്ങയിൽ ഏകാഗ്രമാക്കി ജീവിപ്പാൻ, അവിടുത്തെ വരവിൽ ഒരുങ്ങി പാർക്കുവാൻ ഞങ്ങൾക്കെല്ലാം അവിടെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുപോലെ കാലം വചനം സംസാരിച്ച അവിടുത്തെ മക്കളെ അവിടുന്ന് സഹായിക്കുകയും കർത്താവേ, അവിടുത്തെ കൃപയിൽ നിലനിർത്തുകയും അവരെ അവിടുന്ന് ശാരീരികമായും മാനസികമായും ആത്മീകമായും ബലപ്പെടുത്തുകയും അവിടുത്തെ നന്മകളാൽ നിറയ്ക്കുകയും ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കപ്പെട്ട എല്ലാ യുവജനങ്ങൾക്കായും പ്രായമുള്ളവർക്കായും ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. അവിടുത്തെ വലിയ സാന്നിധ്യം തുടർന്നുള്ള മീറ്റിങ്ങുകളിൽ അവിടുന്ന് പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉച്ചകഴിഞ്ഞുള്ള സെഷനുകളിൽ, രാത്രി നടക്കുന്ന മീറ്റിങ്ങുകളിലൊക്കെയും അവിടുത്തെ വലിയ അനുഗ്രഹം അവിടുന്ന് പകർന്ന് കടന്നു വന്നത് വലിയ അനുഗ്രഹമായി തീരുവാൻ എല്ലാവർക്കും അവിടെ സഹായിക്കുകയും ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കടന്നു വന്നിരിക്കുന്ന ഓരോ പൈതങ്ങളെയും അവരുടെ കുടുംബങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കുമാറാകണമേ, അവരുടെ സഹോദരങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ പഠന വിഷയങ്ങളിലെല്ലാം അവിടെ പ്രത്യേക ശ്രദ്ധ ഉണ്ടായിരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും നിറച്ചാട്ട്. ഇപ്പോൾ കാലം ഒരു പ്രാവശ്യം കൂടി ഞങ്ങളോട് സംസാരിച്ച അവിടുത്തെ വിശ്വസ്തയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കൈക്കൊണ്ടിരിക്കാൻ സ്തോത്രം. സകല യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ. ആമേൻ.